ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. വീട്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫാമിലിയുടെ ഇടയ്ക്ക് ഒരു വിലയില്ല. പൈസ ഇല്ലെങ്കിൽ ഒരു വിലയില്ല. സ്വന്തം കുടുംബത്ത് പോലും വില കാണത്തില്ല. വീട്ടിൽ ഫുഡ് കഴിക്കാനില്ല. അപ്പോൾ അമ്മ പറയും ഇടയ്ക്ക് നോയിമ്പാ വൃദ്ധവാ അതുകൊണ്ട് കഴിക്കുന്നില്ല എന്നൊക്കെ പറയും. സോ ഈ റിജക്ഷൻസ് എല്ലാം കേട്ട് നിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൂ. ഞാൻ പണിയെടുത്താൽ എനിക്ക് രക്ഷപ്പെടാം. ഇന്ന് വീട്ടുകാർ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്കിത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എത്തി. പറയുമ്പോൾ മറ്റേ എനിക്ക് മറ്റേ ഗൂസ് ബംസ് സാധനം ഇങ്ങനെ രോഞ്ചാമൊക്കെ വരുന്ന പോലെ. ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ് സ്കാം എന്ന് പറയുന്നത്. അതെ, ട്രേഡിങ്ങിനെക്കാട്ടിലും സ്കാം നടക്കുന്ന എത്രത്തോളം ഫീൽഡുകളുണ്ട്. ഇതൊക്കെ എക്സ്ക്യൂസസുകളാണ്. പണിയെടുക്കാതെ പൈസ കിട്ടണം. ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു. എൻ്റെ 12 കമ്പനികൾ പൊട്ടിയിട്ടാണ് ഞാൻ 13ാമത് ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇതിലെ ട്രേഡിംഗ് എന്നൊരു സെഗ്മെന്റിൽ ഞാൻ ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയത്. പൈസ ഉണ്ടായി നല്ല നിൽക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ട്. പക്ഷെ പൈസ പോയി ഞാൻ ബ്രോക്കായ സമയത്ത് ആരും കൂടെ ഇല്ല. 2 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മമാർ ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് ഞാൻ ഈവൻ ചില കമ്പനീസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരതിൻ്റെ CEOs ആയി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുന്നതിന്റെ ഒരു ബേസിക് ഫാക്ടർ എന്തായിരിക്കും? ആക്ഷൻ ടേക്കർ ആയിരിക്കണം. ഒരു സംഭവം മനസ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തേക്കണം. 95% സൈക്കോളജി, 5% സ്ട്രാറ്റജീസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലെങ്കിൽ ട്രെയിനിന് ഇറങ്ങരുത്. പൈസ ഉറപ്പാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിസിഷൻ മേക്കിംഗ്. 40 സെക്കൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ലൈഫിൽ റിസ്ക് എടുക്കാൻ പറ്റുന്ന സമയം 20s ആണ്. എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ലൈഫ് ലോങ് നമ്മൾ ഈ പറയുന്ന പോലെ ലോൺസ്, EMIs, റെസ്പോൺസിബിലിറ്റീസ് മാത്രമായിട്ട് ജീവിച്ചു. എൻ്റെ ഒരു കോൺസെപ്റ്റ് ഒരു 30 ഇല്ലെ 35 അങ്ങേറ്റം ആകുമ്പോൾ ഞാൻ റിട്ടയർഡ് ആകുക. എനിക്ക് ട്രാവൽ ചെയ്യണം, എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. സോ ആ ഒരു രീതിയിലേക്ക് പോകണം. എനിക്ക് സീറോ നോളജ് ഉള്ള ഒരു ടോപ്പിക്കിനെ പറ്റി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. സോ ഞാൻ എന്ത് ചോദിച്ചാലും അതിന് എന്ത് ഉത്തരം തന്നാലും ഞാനത് വിശ്വസിക്കും. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു സാധനം, ഈ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധി വേണ്ട സംഭവമാണ്, ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ബുദ്ധിമാന്മാരാണ് എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഈ ട്രേഡിംഗ് റിലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പം അങ്ങനെ ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഓണറാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. പുള്ളി ട്രേഡിംഗിൽ പുലി എന്നൊക്കെ പറയുമ്പോൾ ഐ ഡു ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദിസ് പേഴ്സൺ. അരുൺ ട്രേഡ് മാക്സ് ആണ് ഇത് നമ്മുടെ പോഡ്കാസ്റ്റിൽ. വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പേര് കുറേ കേട്ടിട്ടുണ്ട്, അരുൺ ട്രേഡ് മാക്സ്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ ആക്ച്വലി ഐ ഓൾവേസ് വാണ്ടഡ് ടു മീറ്റ് യു ഇൻ പേഴ്സൺ. ബിക്കോസ് ഇത്രയൊക്കെ ബുദ്ധി തലയ്ക്കകത്തുണ്ടോ, എങ്ങനെ ഉണ്ടായത് എന്നതാണ് ആദ്യത്തെ ചോദിക്കണമെന്നുണ്ടായിരുന്നത്. സോ ലെറ്റ് മീ ബിഗിൻ ലൈക്ക് ദിസ്. ലൈക്ക് ഈ അരുൺ ട്രേഡ് മാക്സ് എന്നുള്ളൊരു പേര് കിട്ടുന്നതിന് മുന്നേ ഹൂ വാസ് അരുൺ ആസ് എ പേഴ്സൺ? കുറേ അധികം ബിസിനസ്സുകൾ ട്രൈ ചെയ്ത് പൊട്ടിപ്പോയ ഒരാൾ ഇതായിരുന്നു ഞാൻ. ലേറ്റർ നമ്മൾ ഈ പറയുന്ന പോലെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സൈഡിലോട്ടാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ലേറ്റർ ട്രേഡിങ്ങിൽ വന്നു. അവിടെ നിന്ന് ഞാനൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ടാണ് ആക്ച്വലി അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലറിഷ് ആയി. ഈ പറയുന്ന ലാസ്റ്റ് 5 years പ്ലസ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഇടയ്ക്ക് അറിയാതെ വന്നൊരു പേരാ അരുൺ ട്രേഡ് മാക്സ് എന്നുള്ളത്. സോ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഇന്നൊരു സാധനം ചെയ്ത് അത് സക്സസ് ആയിട്ട് അത് കയറിപ്പോയ. സോ വിച്ച് വാസ് ദാറ്റ് വൺ പോയിന്റ്? ഇവിടെ നിന്നാണ് ഈ അരുൺ ട്രേഡ് മാക്സ് ജനിച്ചത്. ആ ഒരു പോയിന്റ് ഉണ്ടോ? സോ ഞാൻ വണ്ടി കച്ചവടം ചെയ്യുന്ന സമയത്ത് ഒരു ടൈമിൽ പേയ്മെന്റ് ക്രിപ്റ്റോയിൽ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, പറഞ്ഞ കച്ചവടം പോകുമല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ പറഞ്ഞില്ല എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ക്രിപ്റ്റോ എന്താന്ന് നോക്കി, ഓക്കെ അതിന് വോൾട്ട് ഇത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ ക്രിപ്റ്റോ പേയ്മെന്റ് എടുത്തു. എന്നിട്ട് അത് ഇനി അടുത്ത കച്ചവടം നടക്കണമല്ലോ നമുക്ക് ആ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് അതിനകത്ത് കിടക്കുമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൈസ കൂടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താണ് സംഭവം, ഇത് ഉടായിപ്പാണോ ചുമ്മാ കാണിക്കുന്നതൊക്കെ വിചാരിച്ചു. വിഡ്രോ ചെയ്തപ്പോ അക്കൗണ്ടിൽ വന്നു. അപ്പൊ വിചാരിച്ചു ഓക്കെ ഫൈൻ, സംഭവം കൊള്ളാം, തപ്പാൻ തുടങ്ങി ഇതിനെപ്പറ്റി. പിന്നെ ക്രിപ്റ്റോ കുറെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഡെയിലി ആവശ്യത്തിന് പൈസ ഇല്ല. അങ്ങനെയാണ് ഞാൻ ട്രേഡിംഗിലേക്ക് വന്നത്. ഒരു പോയിന്റ്, ടേണിംഗ് പോയിന്റ് തന്നെ. പക്ഷെ പൊതുവെ ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണോ ധാരണയാണോ വാട്ട് എവർ ഇറ്റ് ഈസ്, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര പാടുള്ള ഒരു സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മളെ പോലെയുള്ളവർ ആ ഏരിയയിൽ പോലും പോണ്ട എന്നൊക്കെ പറയുന്നൊരിതുണ്ട്. ഇസ് ഇറ്റ് റിയലി ട്രൂ? ഒരിക്കലും അല്ല. ഞാൻ 10th വരെയൊക്കെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ലാസ്റ്റ് ആകാതിരിക്കാം, ഇതായിരുന്നു എൻ്റെ എയിം. ജസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ഇല്ല തേർഡ് ലാസ്റ്റ് ആകുക, ഇതാണ് എൻ്റെ ഫൈറ്റ്. സീരിയസ്ലി ഞാൻ അത്രയ്ക്കല്ലേ 60 പേരുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ഇതായിരുന്നു 55 to 60 ആയിരുന്നു എൻ്റെ റാങ്കിങ്. 10 വരെ ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞ് എൻജിനീയറിംഗിൽ വന്നപ്പോഴത്തേക്ക്
മെക്കെടുക്കാനായിരുന്നു എനിക്ക് ഇഷ്ടം, പക്ഷെ അവിടെ മാത്സ് കൂടുതലായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ കമ്പ്യൂട്ടർ എടുത്ത ഒരാളാണ്. പക്ഷെ ലാസ്റ്റ് ഞാൻ ഈ നമ്പേഴ്സിന്റെ സ്ഥലത്ത് തന്നെ വന്ന് എത്തിച്ചേർന്നു. സോ ഇതിൽ അങ്ങനെയൊന്നും ഇല്ല, വളരെ സിമ്പിൾ ആണ്. നമ്മളതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് കുറേ കാര്യങ്ങളൊന്നുമില്ല. കൂട്ടാനും കുറയ്ക്കാനും അറിയോ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കി സൈക്കോളജിയിലാണ് നമ്മുടെ ആ ഒരു മെന്റാലിറ്റി, ഇമോഷൻസ്. കാരണം നമുക്ക് നല്ല ഗ്രീഡാ പൈസ നേടുമ്പോൾ, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. പൈസ കയ്യിൽ നിന്ന് പോകുമ്പോൾ പേടിക്കാതിരിക്കണം. സോ അതിനെ കൺട്രോൾ ചെയ്യുക. അതിന് സമയം എടുക്കും. ഒരു 3+ years നമുക്ക് എന്തായാലും എടുക്കും ഈ ഇമോഷൻസിനെ ഇത് ചെയ്യാനായിട്ട്. ട്രേഡിംഗ് പഠിക്കാനായിട്ട് വലിയ സമയം എടുക്കത്തില്ല. ഇമോഷൻസ് ഞാൻ ഇതുപോലെ വേറെ 2-3 സംസാരിച്ചിട്ടുണ്ട് ട്രേഡിംഗ് റിലേറ്റഡ്. അപ്പൊ അവര് ഇമോഷൻസ് എന്നുള്ള വാക്ക് പറഞ്ഞു. അപ്പൊ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഞാൻ ട്രേഡിങ്ങും ഇമോഷൻസും ഒരേപോലെ കേൾക്കുന്നത്. അപ്പൊ ഞാനോർത്ത് ട്രേഡിംഗിൽ എവിടെ ഇമോഷൻസ് ഇരിക്കുന്നത്? It plays a huge role അല്ലേ ഇപ്പോൾ ഇമോഷൻസ്? 95% സൈക്കോളജിയാണ്, 5% ഉള്ള സ്ട്രാറ്റജീസ്. സോ ഞാൻ 100% അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലെങ്കിൽ ട്രെയിനിന് ഇറങ്ങരുത്, പൈസ ഉറപ്പാണ്. കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിസിഷൻ മേക്കിംഗ്. കാരണം നമ്മൾ ആ പർട്ടിക്കുലർ സെക്കൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്ര നമ്പേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര ഇതെടുക്കണം, എത്ര വാല്യൂ നമ്മൾ, എത്ര ഫണ്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യണം, എത്ര റിസ്ക് എടുക്കണം. അത് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ശീലമാവും. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്ര നമ്മൾ ഡിപ്ലോയ് ചെയ്യാം, ഇത്ര നമുക്ക് ചെയ്യാം എന്നുള്ളത്. ബട്ട് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റിസ്ക് അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു പ്രോഫിറ്റ് കാണുമ്പോൾ പെട്ടെന്ന് ചാടാതിരിക്കുക, അല്ലെങ്കിൽ ലോസ് കാണുമ്പോൾ പേടിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുക. ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഒരു ട്രേഡർ കുറേ അധികം ഡിസിഷൻസ് എടുക്കും ഒരു ദിവസം. അപ്പം മൈൻഡ് അത്ര പീസ്ഫുൾ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടിരിക്കണം, ഇല്ലെങ്കിൽ പൈസ പോകും. ഇതാണ് സംഭവം. ഈ ട്രേഡിംഗിൽ ഇത്രയധികം ഡിസിഷൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, എത്രത്തോളം എഫിഷ്യന്റ് ആണോ ലൈഫിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട്? പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒരിക്കലും ഞാനത് പറയുകയില്ല. ട്രേഡിംഗിൽ ഞാനൊരു പുലിയാണ്. ഞാൻ വേറെ ബിസിനസ്സുകളുണ്ട്. സോ ഈ മന്ത് ഓൾമോസ്റ്റ് അനദർ 4 more കമ്പനീസ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. സോ വി ബിലീവ് ഒരു 2030 100 കമ്പനീസ് വിത്ത് 100 എംപ്ലോയീസ് ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്, വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈവൻ ഈ ട്രേഡിംഗ് ആണ് ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ. ബിസിനസ്സിലും എന്താ ഡിസിഷൻ മേക്കിംഗ് ആണ്. ലെറ്റ്സ് സേ ഇപ്പം നമ്മുടെ ട്രേഡ് മാർക്സിൽ അറൗണ്ട് 100 എംപ്ലോയീസോളം ഉണ്ട്. സോ ഇവരെല്ലാം മാനേജ് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവർക്ക് എല്ലാവർക്കും ഒരു ഡിസിഷൻ മേക്കിംഗ് അവിടെ പക്ക. ഞാൻ എൻ്റെ ലൈഫിൽ ട്രേഡിംഗ് തന്നെയാണ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ പേഴ്സണൽ ലൈഫിൽ കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഞാനെന്നൊരു വ്യക്തിയെ പലപ്പോഴും എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ആസ് എ ട്രേഡർ, ആസ് ആൻ ഓൺടർപ്രന്യൂർ. ബട്ട് പേഴ്സണൽ ലൈഫ് ഡിഫൈൻ ചെയ്യാനായിരുന്നു എനിക്ക് അറിയുകയില്ല, ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഐ യൂസ് ടു വർക്ക് ഓൾമോസ്റ്റ് 20 hours daily, then 18 hours, then ഇപ്പോൾ 15 to 18 hours ഞാൻ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. സോ അവിടെ പേഴ്സണൽ ടൈം കണ്ടെത്താനായിട്ട് പലപ്പോഴും എനിക്ക് പറ്റാറില്ല. 15 to 18 hours a day വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ആൾക്കാരും 8 to 10 hours വർക്ക് ചെയ്താൽ നമ്മുടെ നാട്ടിൽ ആ വർക്ക് ലൈഫ് ബാലൻസ് പോലും നമുക്കില്ല. അപ്പോൾ നിങ്ങൾ 15-18 മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ യു ടോൾ സംതിങ്. നമ്മൾ ഒരു ദിവസം പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ ആ പരിപാടിക്ക് പോകരുത് ട്രേഡിംഗ് റിലേറ്റഡ്. സോ ഇതിന്റെ ഇടയിൽ എങ്ങനെയാ മനസ്സ് പീസ്ഫുൾ ആക്കി വെക്കാൻ പറ്റുന്നത്? സോ ഡു യു ഡു സംതിങ് ഫോർ ദാറ്റ്? രാവിലെ എനിക്കും ബുക്ക് വായിക്കും, വർക്കൗട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്കുണ്ട് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിയാന്ന് വർക്ക് ചെയ്യുമ്പോഴാണേ, റൈറ്റ്, ഇതിലാണ്. പിന്നെ ഞാൻ ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യും, എല്ലാ ഫിലിംസ് കാണും. തനിക്ക് 24 മണിക്കൂറല്ലേ ഉള്ളൂ ഒരു ദിവസം, 18 മണിക്കൂർ വർക്ക് ചെയ്യണം. എനിക്ക് വേണ്ടി 100 പേര് വർക്കിംഗ് ഇല്ല. സോ 100 into 24 means 2400 hours എനിക്ക് ഡെയിലി ഉണ്ട്. അവിടെ അത് നടക്കുന്നുണ്ട്. ഞാനില്ലെങ്കിലും ട്രേഡ് മാക്സ് റണ്ണിങ്ങിലാണ്, ഇല്ല എൻ്റെ ബാക്കി കമ്പനികൾ റണ്ണിങ്ങിലാണ്. ഇപ്പം നാളെ എൻ്റെ ഒരു പുതിയൊരു വെഞ്ചറിൻ്റെ ഓപ്പണിംഗ് ആണ്, ഇനാഗ്രേഷൻ. ഞാൻ അതിലേക്ക് നോക്കിയിട്ട് പോലും ഇല്ല. ജസ്റ്റ് ലൈക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ OPM മെത്തേഡിലായിരുന്നു ഞാൻ ഫണ്ട് റൈസ് ചെയ്തത്. വീഡിയോ ഇട്ടു. ബാക്കി എൻ്റെ മാനേജർ, എനിക്ക് 2 പേഴ്സൺ മാനേജേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. ഒരാൾക്ക് ഞാൻ ടാസ്ക് കൊടുത്തു, ഇത് ഈ മന്ത് നമുക്ക് ഈ കമ്പനി ബൈ ഔട്ട് ചെയ്യണം. ദെൻ സെക്കൻഡ് മാനേജറിന് അടുത്തൊരു കമ്പനി ബൈ ഔട്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തു. സോ ഞാൻ അതിലേക്ക് നോക്കുന്നില്ല. അവരെ ഞാൻ ട്രെയിൻ ചെയ്തെടുത്തു. 2 വർഷമായിട്ട് ഞാൻ അവരെ ട്രെയിൻ ചെയ്തെടുത്തു അതിന്. എന്നിട്ട് ഞാൻ ആ വഴി വിട്ടേക്കുന്നത്. സോ ഞാൻ കൂടുതൽ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യും. പിന്നെ ഈ ഒരു വെൽത്ത്, ഈ ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ മൊത്തത്തിൽ മാറി. സോ അങ്ങനെ അത് ചെയ്തു പോവാം, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. ആൻഡ് ഈവൻ നമ്മൾ എൻ്റെ എല്ലാ കമ്പനികൾക്കും ഇൻഡിവിജ്വൽ CEOs ഉണ്ട്. ഇപ്പോൾ ട്രേഡ് മാക്സിന് പുതിയൊരു CEO ഞാൻ ഹയർ ചെയ്തു. സോ ഞാൻ എന്താ കൂടുതൽ എനിക്ക് ട്രേഡിങ്ങിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കണം. ഈ പറഞ്ഞ പ്രശ്നമായിരുന്നു, അതായത് ഫുൾ ടൈം ഇത്രയും മാനേജ് ചെയ്യാൻ നേരത്ത് നമുക്ക് ട്രേഡിങ്ങിൽ 100% ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. വാറ് വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് പുതിയൊരു CEO ഹയർ ചെയ്തു. കാരണം മാർക്കറ്റ് വീഴും, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചാടിക്കയറി നേരെ ഇത് ചെയ്തു. പുതിയ CEO
നേരെ ഹയർ ചെയ്തു, ഞാൻ നേരെ ഫുള്ള് ട്രേഡിംഗ് വെൽത്ത് മാനേജറിലേക്ക് മാത്രം മാറി നിന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. വാറിന്റെ കാര്യം പറഞ്ഞു, ഞാൻ പിന്നെ ചോദിക്കാൻ വെച്ചിരുന്ന ക്വസ്റ്റൻ ബട്ട് സ്റ്റിൽ പറഞ്ഞുകൊണ്ട് പറയാം. ഇത്രയും വലിയൊരു ക്രൈസിസ് നടക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വേ ആർ ടോക്കിംഗ് അബൌട്ട് ദിസ്. മാർക്കറ്റ് ഇടിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ് കൂടുതൽ ആൾക്കാരെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷൻ നടക്കുകയാണ്. അവിടെ പോലെ നമ്മുടെ ട്രേഡിങ്ങിനെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ തോട്ട്. നമുക്ക് ഈ യുദ്ധം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താ? കാരണം മാർക്കറ്റ് എന്തായാലും വീഴുമെന്ന് എനിക്കറിയാം. സോ ഞാൻ ഷോർട്ട് സെൽ ചെയ്തിരിക്കും പൊസിഷൻസ്. ഇതുപോലെ നല്ലൊരു എനിക്കൊരു ഓപ്ഷൻ കിട്ടിയത് റഷ്യ യുക്രൈൻ വാറിലാണ്. ഞാനിവിടെ സാഡിസ്റ്റ് ആകുകയൊന്നുമല്ല, എനിക്കിവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ എന്ത് ചെയ്തു? ഇന്ത്യ മാർക്കറ്റ് ഷോർട്ട് ചെയ്തു. ഗോൾഡ്, സിൽവർ, ക്രൂഡിൽ ഞാൻ ബുള്ളിഷായി, ഞാൻ ബൈ ചെയ്തിരുന്നു. കാരണം എനിക്കറിയാം അതിൻ്റെ വില കൂടും, ഇതിൻ്റെ വീഴുമെന്നുള്ളത്. ഇത് എല്ലാവർക്കും അറിയാവുന്നേ. ഈ കുറേ അധികം പേര് പാനിക്കായിരിക്കും, അതായത് മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുക, മൊത്തം പൈസ പോയെന്നുള്ളതിൽ. ഇത് അങ്ങനെയൊന്നുമല്ല. കാരണം മാർക്കറ്റ് വീഴും, തിരിച്ചു കയറും. ഇത് തന്നെയാണ് കാര്യം. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കൊറോണ സമയം, യുക്രൈൻ വാർ, ഇതൻ ഇപ്പം അത് കഴിഞ്ഞ് ട്രേഡ് വാർ, അത് കഴിഞ്ഞത് 2025 ട്രേഡ് വാർ നടന്നത്, ഇപ്പോൾ 2026 വാർ നടന്നുകൊണ്ടിരിക്കുന്നു. വീണിട്ട് തിരിച്ച് ബൗൺസ് ചെയ്യുന്നേ. അപ്പോൾ എന്താ, ഏറ്റവും വീഴുന്ന സമയത്ത് ബൈ ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ആക്ച്വലി പല ഫിനാൻഷ്യൽ അനലിസ്റ്റുകളും റിസഷൻ വരുമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഉൾപ്പെടെ ഡെഫിനറ്റ്ലി ഞാൻ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മാർക്കറ്റ് വീഴുമ്പോൾ ഞാൻ ബൈ ചെയ്യും. പലപ്പോഴും മാർക്കറ്റ് വീഴുമ്പോൾ എല്ലാവരും വിറ്റ് പോയോ, എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ മാർക്കറ്റ് വീഴാനായിട്ട് ആക്ച്വലി അമ്മ ബൈ മാർക്കറ്റ് വീഴാനായിട്ട് നോക്കിയിരിക്കുക. വീഴുമ്പോഴത്തേക്ക് ഞങ്ങൾ ബൈ ഔട്ട് ചെയ്യും. വെരി ഡിഫറെന്റ് തോട്ട് പ്രോസസ്. ബിക്കോസ് എനിക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്ന തോട്ട് പോലും അല്ലാത്ത തിങ്സ്. ലൈക്ക് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് പറയില്ലേ, വെൻ യു സ്പീക്ക് എനിക്ക് കിട്ടുന്ന കാര്യം എന്താ അറിയോ, ദ കോൺഫിഡൻസ് ഇൻ ദ വേ യു സ്പീക്ക്. അതായത് ഇത്ര കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, യു ഹാവ് ഇത്രയും മെമ്പേഴ്സ് ഉള്ളൊരു ടീമുണ്ട്, അതിനെ മാനേജ് ചെയ്യാൻ മാനേജേഴ്സ്, സിഇഒസ് ഒക്കെ ഉണ്ട്, ആൻഡ് യു ആർ യങ് ഓൾസോ. സി ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്ര വലിയൊരു ഐ ഷുഡ് സേ ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആകുമ്പോൾ പുതിയ ആൾക്കാരുണ്ടല്ലോ, ദേ വോണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ്. പക്ഷെ ഇവർക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. ദേ ഡോണ്ട് ഹാവ് എ ഫിക്സഡ് ക്യാപിറ്റൽ വിത്ത് ദം. ആസ് എ വെരി ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ടിപ്സ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? എൻ്റെ 12 കമ്പനികൾ പൊട്ടിയിട്ടാണ് ഞാൻ 13ാമത് ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ട്രേഡിംഗ് എന്നൊരു സെഗ്മെൻറ്റിൽ ഞാൻ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയത്. 13ാമത്തെ വെഞ്ചറാണ് അത്. ദെൻ ലേറ്റർ ഇപ്പം ഇത് ഇപ്പോഴും പൊട്ടുന്നുണ്ട്. ഒരു 6 months ബിഫോർ ഞാൻ ഒരു 6 months അല്ലെങ്കിൽ പിന്നെ 8 months ബിഫോർ ഒരു കഫേ തുടങ്ങി MG റോഡിൽ പൊട്ടിപ്പോയി. ഇപ്പോഴും പൊട്ടുന്നുണ്ട് തുടങ്ങുന്നതൊക്കെ. നാളെ ഞാൻ പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അത് സക്സസ് ഇല്ല, അതെനിക്ക് ഷുവർ ഷോർട്ട് ആയിട്ടൊരു കാര്യമാണ്. ചില കമ്പനികൾ ഞാൻ ഇക്വിറ്റി സെല് ചെയ്തില്ല. എൻ്റെ മജോറിറ്റി കമ്പനികളിലും ഞാൻ ഇക്വിറ്റി സെല് ചെയ്തില്ല. ഇതൊട്ടും തന്നെ സെല് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഷുവർ ഷോട്ടാണ്. അത് ലെറ്റ്സ് എ ട്രേഡ് മാർക്സ് പോലെ തന്നെ ഒരു വലിയൊരു വെഞ്ചർ ഓൾറെഡി നമുക്ക് ആ ഒരു കമ്പനി എക്സിസ്റ്റിംഗ് ഓൾറെഡി ക്ലയൻസ് ഉണ്ട്. സോ ഒരു എമർജിംഗ് ഒരു പുതിയ ഒരാൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നിൽക്കുന്ന ഒരാൾ ഞാൻ പറയുക, തുടങ്ങുക. വെയിറ്റ് ചെയ്തിരിക്കരുത്. പൈസ വരും. പൈസയാണ് എല്ലാവരും വിചാരിക്കുന്നത്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യും, സക്സസ് ആവുമെന്ന്. ഒരിക്കലും അല്ല. എത്രയോ ആൾക്കാരുണ്ട് പൈസ ഉണ്ടായിട്ട് എത്ര ബിസിനസ് ചെയ്തിട്ട് പൊട്ടി പോകുന്നത്. സോ അതല്ല ഇതിലെ കാര്യം. അപ്പോൾ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുന്നതിൻ്റെ ഒരു ബേസിക് ഫാക്ടർ എന്തായിരിക്കും? മേ ബി ആക്ഷൻ ടേക്കർ ആയിരിക്കണം. ഒരു സംഭവം മനസ്സിൽ വന്നിട്ടുണ്ട് അപ്പം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കണം. ഇപ്പം ഒരു ലാസ്റ്റ് മന്ത് കേരളത്തിൽ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ട്രേഡിംഗ് ഹബ്ബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്. എൻ്റെ ഒരു 4 വർഷത്തെ ഡ്രീമായിരുന്നു അത്. സ്റ്റാർട്ട് ചെയ്ത അന്ന് അതിന് ഗസ്റ്റായിട്ട് വന്ന ഒരാളാണ് പറഞ്ഞത്, ഇന്നൊരു സ്ഥലം വിൽക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു സ്പേസ്, ഇന്നൊരു ബിസിനസ് സെല് ചെയ്യാൻ നിൽക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഐ വിൽ ബൈ, നമുക്ക് നോക്കാം എന്നുള്ളതിൽ. എൻ്റെ കയ്യിൽ അപ്പോൾ അത് വാങ്ങിക്കാം. ഓൾറെഡി ഈ ഒരു 4 കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുവാണ്. പ്ലസ് അനദർ ഒന്നും കൂടെ ഇത് ചെയ്യാനായിട്ട് എൻ്റെ ഫണ്ടിങ് ഇല്ല ഉള്ളതായിരുന്നു പറഞ്ഞു. ഇതാണ് റിയാലിറ്റി. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഞാൻ അടുത്തൊരു മെത്തേഡ് കണ്ടെത്തി ഫണ്ട് റേസ് ചെയ്യാനായിട്ട്. ആൻഡ് വി ബോട്ട് ഇറ്റ്. ഇന്ന് എൻ്റെ മനസ്സിൽ വിളിച്ചു സാർ ലൈക്ക് നാളെ നമ്മുടെ ഇനാഗ്രേഷൻ നമുക്ക് കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഐ ബി ദെയർ എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ആക്ഷൻ ടേക്കിംഗ്. അല്ല വെയിറ്റ് ചെയ്തിരുന്ന് ആലോചിച്ച് എല്ലാം പെർഫെക്റ്റായി എൻ്റെ കയ്യിൽ പൈസ വന്ന് എനിക്ക് സമയം കിട്ടി എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആക്ഷൻ എടുത്തേക്കുക. പിന്നെ ഒരു വിഷൻ വേണം. 2021 ഞാൻ അക്കാഡമി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ 2030 ഞാൻ എൻ്റെ ടാർഗറ്റ്. 2030 ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് സെഗ്മെൻറ്റിലേക്ക് മാറും, ഫുള്ളി ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തുമെന്നതാണ്. ആൻഡ് 2030 1000 CR അസറ്റ് മാനേജ്മെൻറ്റ് എത്തണമെന്നാണ് നമ്മളുടെ പ്ലാൻ. ഓൾമോസ്റ്റ് ഒരു 30 CR പ്ലസ് നമ്മൾ ഇപ്പോൾ തന്നെ എത്തി. ആൻഡ് എ ലോട്ട് മോർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് കണ്ടായിരുന്നു. അതായത് ഒരാൾ വന്നിരുന്നിട്ട് പറയാ 1000 CR ആണ് എൻ്റെ ടാർഗറ്റ് എന്നൊക്കെ പറയുമ്പോൾ അളിയാതെ എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് തോട്ട് എന്ന് പറയുന്നത്. സോ വേർ ഡിഡ് യു ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ് ആൻഡ് ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ദിസ് നോ മാറ്റർ വാട്ട്? എത്ര വീണാലും എത്ര ബിസിനസ് പൊട്ടിയാലും ഐ വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ബൗൺസ് ബാക്ക്. ആ ഒരു തോട്ട് ഈ തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ഇല്ല.
ഒരു ധൈര്യം ഇല്ല എന്ന് പറയില്ലേ, നമുക്കൊരു ഫോൾ ബാക്ക് ഓപ്ഷൻ ഉണ്ടാവുന്ന അറിയില്ല. ഡിഡ് യു എവർ ഹാവ് എ ഫോൾ ബാക്ക് ഓപ്ഷൻ? ഇതിപ്പോൾ ഇത്ര പൊട്ടുകയാണെങ്കിൽ ഐ ഹാവ് എ ബാക്കപ്പ് പ്ലാൻ, അങ്ങനെ ഒരു പ്ലാൻ? ഫോൾ ബാക്ക് ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാകുന്നിടത്ത് ഓരോ ഓൺട്രപ്രന്യൂർ ബോൺ ആകുന്നത്. സത്യം പറഞ്ഞാൽ പലരും വിചാരിക്കും ഞാൻ പൊട്ടിപ്പോയാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവരുണ്ടെന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ റിയാലിറ്റിയിൽ പൊട്ടുന്ന സമയത്തിൽ പ്രശ്നം പറ്റുന്ന സമയത്ത് ഇവരാരും കാണത്തില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ലെറ്റ്സ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്തോ ഒരു വലിയ ട്രബിൾ വന്നു, ഇവർ വിചാരിക്കും എക്സ് എന്ന് പറഞ്ഞ ആളിലെ വൈ എന്ന് പറഞ്ഞ ആൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ അവർ ഹെൽപ്പ് ചെയ്യാതെ വരുമ്പോഴാണ് ഇവർ ബ്രോക്ക് ആകുന്നത്. സത്യം പറഞ്ഞാൽ കാരണം അവർ വിചാരിക്കുന്നത് ഓക്കെ എൻ്റെ ബാക്ക് ബോൺ അവരാണ്, അവരുണ്ട്, എൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ടെന്ന്. പക്ഷേ അത് പറ്റത്തില്ല. നമ്മൾ സക്സസ്ഫുൾ ആയി നിൽക്കുമ്പോൾ ഓക്കെ എല്ലാം ഐ ആം ദെയർ ഫോർ യു എന്നുള്ളത്. ബട്ട് ഫെയിലിയർ ആകുന്ന സമയത്ത് ആരും കാണത്തില്ല. വീട്ടുകാരുൾപ്പെടെ നമ്മളെ ഇത് പറയും, എന്തിനാ നീ അത് ചെയ്തത്, നിന്നോട് പറഞ്ഞതല്ലേ അത് ചെയ്യേണ്ട എന്നുള്ളത് എല്ലാവരും പറയും, നോർമലാണ്. സോ എന്നാണോ നമ്മളൊരു സത്യം ഒരു റിയാലിറ്റി മനസ്സിലാകുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു വരും. ഞാനും ഇതുപോലെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ പല കമ്പനികളും നേരത്തെ പൊട്ടിപ്പോയതിൻ്റെ റീസൺ അതാ. ഞാൻ പറയാം എന്നെ അവർ സപ്പോർട്ട് ചെയ്യാൻ കാണും. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേണം അതൊന്നും നടക്കില്ല കേട്ടോ, എനിക്ക് പറ്റില്ല, നടക്കില്ല എന്ന് പറയും. സോ ഈ റിജക്ഷൻസ് എല്ലാം കേട്ട് നിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് മനസ്സിലായി, ഇല്ല ഞാൻ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൂ. ഞാൻ പണിയെടുത്താൽ എനിക്ക് രക്ഷപ്പെടാം. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ ഡെഫിനറ്റ്ലി ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. വീട്ടിലൊക്കെ ലെറ്റ്സ് ഫുഡ് ഇല്ലായിരുന്നു എന്ന് വേണേൽ പറയാം. പക്ഷേ എനിക്കും എൻ്റെ ബ്രദറിന് വീട്ടുകാർ ഫുഡ് തരും കേട്ടോ. അവർ ഏറ്റവും ബെസ്റ്റായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു, കടം വാങ്ങിച്ച് പഠിപ്പിച്ചു, ICSE സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു. പക്ഷേ വീട്ടിൽ ഫുഡ് കഴിക്കാനില്ല. അപ്പോൾ അമ്മ പറയും ഇടയ്ക്ക് നോയിമ്പാ വ്രതവാ അതുകൊണ്ട് കഴിക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കണ്ണറിയത്തില്ല. പിന്നീട് ഞങ്ങൾക്ക് റിയലൈസ് ചെയ്തു ഇതാണ് അവസ്ഥ എന്ന്. ആ സമയത്ത് വീട്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫാമിലിയുടെ ഇടയ്ക്ക് ഒരു വിലയില്ലായിരുന്നു, ഒരു കാര്യത്തിനിതില്ലായിരുന്നു. പക്ഷേ അന്ന് തൊട്ട് എൻ്റെ മനസ്സിലുണ്ട് ഒരു സാധനം എത്തിക്കണം എന്നുള്ളതിൽ. ഇന്ന് വീട്ടുകാർ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എത്തി. ഞാൻ സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കണം, അതായിരുന്നു എൻ്റെ ഒരു മോട്ടീവ്. കാരണം അവർ കുറേ കാര്യം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഏറ്റവും ബെസ്റ്റ് അവർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു. ദെൻ അതെത്തി. പിന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പേരൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഞാൻ ബാക്കിലേക്ക് എടുത്ത് തിരിഞ്ഞ് നോക്കുമ്പം പപ്പ അമ്മയൊക്കെ ഓൾമോസ്റ്റ് വെളുപ്പിനെ 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് പണിയും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എണ്ണീറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. കാരണം പറയും ഒരു 5 രൂപ എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് നടക്കുമല്ലോ, ഇല്ല അത് നടക്കുമല്ലോ എന്നതാണ്. അപ്പോൾ എനിക്ക് പൈസയുടെ വില അറിയാം, നല്ല രീതിയിൽ അറിയാം. ഒന്ന്. രണ്ടാമത്തേത്, പൈസ ഇല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണെന്നും എനിക്ക്. പൈസ ഇല്ലെങ്കിൽ ഒരു വിലയില്ല. സ്വന്തം കുടുംബത്ത് പോലും വില കാണത്തില്ല. എല്ലാവരും അവർ കാണും ഇവർ കാണുന്നതൊക്കെ വിചാരിക്കും ഒന്നും വേണ്ട, ഒന്നുമില്ല, വിലയില്ല, പൈസ ഇല്ലെങ്കിൽ വില കാണത്തില്ല എന്നത് ഞാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ ഈവൻ അത് കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നും പൈസ ഉണ്ടായി നല്ല രീതി നിൽക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ട്. പക്ഷേ പൈസ പോയി ഞാൻ ബ്രോക്കായ സമയത്ത് ആരും കൂടെ ഇല്ല, 2 പേര് എൻ്റെ കൂടെ ഉള്ളായിരുന്നു. അമ്മമാർ ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് ഞാൻ ഈവൻ ചില കമ്പനീസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരതിൻ്റെ CEOs ആയി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എനിക്കൊന്നിനും അച്ഛനമ്മയുടെ ഒരു ഹാർഡ് വർക്ക് നേച്ചർ ഇസ് ട്രൂലി ഇൻ യു. തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പറയുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് ഇങ്ങനെ രോഞ്ചാമൊക്കെ വരുന്ന പോലെ. ഇത് അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാള് ആൻഡ് നൗ മണി ഓർ ലൈക്ക് എനിത്തിങ് ദാറ്റ് യു ആർ ഹിയർ വിത്ത്, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫാക്ടറി അല്ല അല്ലേ? മണി എങ്ങനെയാണ് അരുണിനെ ലൈഫിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക ആഫ്റ്റർ മണി വന്നതിന് ശേഷം? ഫസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര പൈസ ഇല്ലാതൊരു സമയമില്ല. കാരണം പണ്ടൊക്കെ കൊച്ചിലെ എനിക്ക് പല സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെന്നേ, പക്ഷെ ഞാൻ ചോദിക്കത്തില്ല. എനിക്കറിയാം വീട്ടിൽ പൈസ ഇല്ല എന്നുള്ളത്. അപ്പോൾ ചോദിക്കേണ്ട, അന്ന് എങ്ങനെയോ എനിക്കൊരു സംഭവം ഒരു അറിവ്, ഞാൻ ചോദിക്കത്തില്ലായിരുന്നു. വീട്ടുകാർ ഇല്ല എനിക്ക് വേണ്ട എന്നൊരു സംഭവം. പിന്നെ കുറേ സാധനങ്ങൾ ചേട്ടൻ യൂസ് ചെയ്തതിൻ്റെ സെക്കൻഡ് എനിക്കാണല്ലോ, അനിയന്മാർക്ക് അങ്ങനെയാണല്ലോ. പിന്നെ പൈസ വീട്ടിലില്ല, പിന്നെ അവസ്ഥ പറയണ്ടല്ലോ. അത് അങ്ങനെ തന്നെ സംഭവം പൊക്കോണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് ആഗ്രഹങ്ങൾ വരും, ലൈക്ക് എനിക്കത് ചെയ്യണം, എനിക്കിത് വേണമെന്നൊക്കെ. സോ ഇതെല്ലാം ഞാൻ ഇങ്ങനെ മനസ്സിൽ നമുക്ക് കിടപ്പുണ്ട്, ഓക്കെ ഇത് വേണം എന്നുള്ളതൊക്കെ. സോ ഇതൊക്കെ ഞാനിങ്ങനെ പുഷ് ചെയ്ത് പോയി. ഒരു സെർട്ടൻ ലെവൽ വരണം. പൈസ കുറേ വന്നപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഭയങ്കര ഒരു അഹങ്കാരമൊക്കെ വരുമല്ലോ. ഡെഫിനറ്റ്ലി ഞാനും ആ സ്റ്റേജിൽ കൂടെ കടന്നു പോയി. ലൈക്ക് പൈസ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു, ഇതെല്ലാം കടന്നു പോയിട്ട് തന്നെയാണ് ലേറ്റർ എൻ്റെ ലൈഫിലൊരു മെൻറ്റർ എന്ന രീതിയിൽ ഒരാൾ വന്നു. ഇപ്പോൾ ലക്ഷ്മി അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ലൈക്ക് അത്യാവശ്യം ഹെവി നല്ലൊരു ഓൺട്രപ്രന്യൂർ ആണ്. പൈസ നമ്മുടെ ലൈഫിൽ ഒരു സപ്പോർട്ട് ചെയ്യും, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫ്യൂവൽ മാത്രമാണ് എന്നെ പഠിപ്പിച്ചു എന്നവിടെ. ദെൻ ലൈഫിൽ കുറേ അധികം ചേഞ്ചസ് ഉണ്ട് അബൌട്ട് മാനിഫെസ്റ്റേഷൻ. ഞാനൊരു 2020 മുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. റിയലി എൻ്റെ ലൈഫിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ, മാനിഫെസ്റ്റേഷന് 90% പാർട്ട് അതിലുണ്ട്. ഇപ്പോഴും ഞാൻ ഡെയിലി മാനിഫെസ്റ്റ് ചെയ്യും വിതൗട്ട് എനി ബ്രേക്ക്. എന്തുണ്ടെങ്കിലും ഞാനിത് ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ ലക്ഷ്മിയോട് സംസാരിച്ചപ്പോഴും ലൈക്ക് ഇന്ന കാര്യങ്ങൾ, ലൈക്ക് എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, സോ നമുക്കതങ്ങനെ വർക്കൗട്ട് ചെയ്യാം. സോ വി ടോക്ക് എ ലോട്ട്. ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ 5-6 മണിക്കൂർ സംസാരിക്കും എബൌട്ട് ലൈക്ക് എങ്ങനെ ഇത് ചെയ്യും. ഇപ്പം വീട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എന്നെ ജനിപ്പിച്ചു, ബട്ട് എന്നുള്ളിലുള്ള ഒരു ഓൺട്രപ്രന്യൂറിനെ
ഒരു വാട്ട് ലൈക്ക് ഒരു ജെന്യൂൻ ഓൺടർപ്രന്യൂറായി ഒരു പ്രോപ്പർ മാനറോട് കൂടി എത്തിച്ചത് ലക്ഷ്മി അമ്മയാണ്. സോ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെ കുറേ എനിക്ക് ഇഷ്ടംപോലെ മെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ മെൻറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് ഗ്രാൻഡ് കാർഡ്, ഡാൻ ലോഗ്, ദേ ഗെറ്റ് ബി, ലൈക്ക് ഈ കുറേ ഫണ്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി. കാരണം ഞാനെന്നൊരു വ്യക്തി ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എനിക്കറിയത്തില്ല കച്ചവടം എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല, ആൾക്കാരുമായിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് ഒരു റൂമിൽ കയറി ചെല്ലുമ്പോൾ എങ്ങനെ, അതുവരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരാളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പലർക്കും ഇതാ ബുദ്ധിമുട്ട്. എനിക്കെല്ലാം അറിയാം, എനിക്കൊരാളുടെ സംസാരിക്കാൻ അറിയാം, എനിക്കൊരു റൂമിൽ കയറി ചെന്നാൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് അറിയാം. പലരും ഇത് ആ ഒരു ഞാനെന്നൊരു അഹങ്കാരം പലപ്പോഴും എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. ഒരു 2025 എൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞു. 1 year back, right? അതുവരെ എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് ഈ പറയുന്ന ഒരു ബ്രേക്ക് ഡൗൺ സ്റ്റേജ് അതായിരുന്നു കേട്ടോ. 2025 വരെ ഞാൻ പറയാം ലൈക്ക് ആരില്ലല്ലോ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യൂ, കാരണം ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്ത് വന്നതാണല്ലോ. ആ ഒരു സംഭവമാണ് കേട്ടോ. കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അഹങ്കാരമായിരുന്നു കേട്ടോ, ശരിക്കും ഓപ്പണായിട്ട് പറയാം. അപ്പം കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ പക്ക റൈറ്റ് ഹാൻഡർ ആയിരുന്നു. കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കമ്പ്യൂട്ടേക്കുക, എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈവൻ ഒരു ഡ്രസ്സ് ഇടാൻ പോലും പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. അന്ന് ഞാൻ മനസ്സിലാക്കി ജീവിതത്തിൽ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല, വി നീഡ് സംബഡി, ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും വേണം എന്നതിൽ. അവിടെ എനിക്ക് കുറെ എൻ്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് അഹങ്കാരമൊക്കെ അവിടെ ആയിരുന്നു എന്ന് വേണേൽ പറയാം. അങ്ങനെ ആരും ഇത് ഓപ്പൺ ആയിട്ട് അഡ്മിറ്റ് ചെയ്യില്ല. അഹങ്കാരിയാണെങ്കിലും അഹങ്കാരം ഒന്നും എനിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. പക്ഷെ ഓപ്പൺ ആയിട്ട് See, I think you admit your failures a lot, right? Mistakes ചെയ്ത് അതിന്ന് സക്സസ്ഫുൾ ആയിട്ട് വന്നൊരു ആളാണ്, right? ഞാൻ മിസ്റ്റേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ഒരു തവണ ഞാൻ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തോളം ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ, സിമ്പിൾ. You learn from that. തീർച്ചയായും. ഇല്ല അതാ പലരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ എൻ്റെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രൊജക്ട് വർക്കൗട്ട് ആയില്ല സാർ ലാസ്റ്റ് 1 year ആയിട്ട്. ഞാൻ പറഞ്ഞു ചെയ്തത് കാണിക്കാൻ പറഞ്ഞു. കാണിച്ചപ്പോൾ പറഞ്ഞത് സെയിം മിസ്റ്റേക്കില്ല നിങ്ങൾ റിപ്പീറ്റ് ചെയ്യിക്കുന്നു, പിന്നെ എങ്ങനെ റിസൾട്ട് വരുവാന്ന് ചോദിച്ചു, ഇമ്പ്രൂവ് ആകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ എല്ലാവരോടും എൻ്റെ മാനേജ്മെൻറ്റ് ടീം എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മൾ വലിയ മലയൊന്നും മറിക്കാനൊന്നും പോകണ്ട, ഇന്നലത്തെക്കാളും 0.0001% ബെറ്റർ ആയാൽ മതി, സിമ്പിൾ ആസ് ദാറ്റ്. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ബെറ്റർ ആണെന്ന് വെച്ചാൽ ഞാൻ ലേൺ ചെയ്യും, ഞാൻ ഡെയിലി ബുക്സ് വായിക്കും, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ബുക്ക് വായിക്കാം. കാരണം നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം രാവിലെ എല്ലാവരും എണീറ്റ് ഫോൺ എടുക്കും കുറേ നേരം. നമ്മൾ രാവിലെ നമ്മുടെ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം രാവിലെ എണീറ്റുള്ള 45 മിനിറ്റ്സാണ്. അവിടെ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു അതായിരിക്കും അന്നത്തെ ദിവസം. സോ ഈ രീതിയിൽ ഞാനിപ്പോൾ എൻ്റെ ചേഞ്ച് കൊണ്ടുവന്നു, ലൈക്ക് രാവിലെ എണീക്കുക, ബുക്ക് വായിക്കാം, സോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. യെസ്, ഭയങ്കര ചേഞ്ചാണ്. ബുക്ക് വായിക്കാനേ ഇഷ്ടമില്ലാതിരുന്ന ഞാൻ 2021 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ബുക്ക് വായിക്കുന്നുണ്ട്, ലോട്ട്. പിന്നെ ഡെയിലി ഞാൻ ഒരു 1 hour എങ്കിലും ഞാൻ ലേൺ ചെയ്യാൻ വെക്കും. ലെറ്റ്സ് സേ ബുക്ക് ഏറ്റവും കുറഞ്ഞ ബുക്കെങ്കിലും ഞാൻ വായിക്കും. നോൺ ഫിക്ഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ബുക്സ് മാത്രം, അബൌട്ട് ടൈം മാനേജ്മെന്റ്, അബൌട്ട് പ്രൊഡക്ടിവിറ്റി. പലരും പറയുന്നത് എനിക്ക് ടൈം ഉണ്ട് എന്ന രീതിയിലാണ്. സീരിയസ്ലി നമ്മൾ എന്താ ടൈം മാനേജ്മെന്റ് പലർക്കും അറിയത്തില്ല, ടൈം ബോക്സിനെ പറ്റി അറിയത്തില്ല. ഇതൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്ത് എനിക്കറിയത്തില്ല. പഠിക്കാം, പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം, എങ്ങനെ കൂടുതൽ ഇത് ചെയ്യാം. പലരും പറയും ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട, സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്കറിയത്തില്ല സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്. സോ ഞാൻ ഫസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്യും നല്ല രീതിയിൽ, പിന്നെ പയ്യെ അതിനെ ഹാർഡ് വർക്കിലേക്ക് സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ റീവൈൻഡ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. സോ കുറേ അധികം കാര്യങ്ങൾ ഇതുപോലെ ചേഞ്ചസ് വരുത്തിയിട്ട് തന്നെയാണ്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ആക്ച്വലി നമുക്ക് കാണാം, കൊച്ചി ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ അരുൺ പറഞ്ഞ 0.001% ഡേ ബൈ ഡേ കൊച്ചി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ ഡെയിലി വൈകിട്ട് ചായ കുടിക്കുമ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ഉള്ളത്. പക്ഷേ എന്ത് ബിസിനസ് തുടങ്ങണമെന്ന് പലർക്കും അറിയില്ലായിരിക്കും. സോ താങ്കൾ ഇവിടെ ഒബ്സർവ് ചെയ്തതനുസരിച്ച് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ഐഡിയ ഏതാ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏത് പറയും? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ ചായക്കട തുടങ്ങിയാൽ മതി. ഇപ്പൊ പറഞ്ഞ തന്നെ ചായക്കട തുടങ്ങിയാൽ മതി. കുറേ അധികം കാര്യങ്ങളുണ്ട്. ഒരു ഓൺടർപ്രന്യൂർ കണ്ടുപിടിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ആൾക്കാർ ലേസിയാണ്, അവരെ കൂടുതൽ ലേസി ആക്കാനായിട്ട് നോക്കിയാൽ മതി. സിമ്പിൾ ആസ് ഇൻസ്റ്റാമാർട്ടിന്റെ ആവശ്യമുണ്ടോ നമുക്കിവിടെ? ഇല്ല. ഞാൻ ഒരു സമയം നോക്കിയപ്പം ഞാൻ നിൽക്കുന്ന വീട്ടിൽ എൻ്റെ കൂടെ എൻ്റെ കസിൻസ് ഉണ്ട്. ഞാൻ നോക്കിയപ്പം ഒരു മാസം അവർ ഓർഡർ ചെയ്യുന്ന 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു. ഞാൻ ബാൻ ചെയ്തു, സ്വിഗ്ഗി വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. റൈറ്റ്, ദെൻ ഇപ്പം ഒരു ഇതുമില്ല. ഇൻസ്റ്റാമാർട്ട് എന്തിനാണ്? പുറത്തിറങ്ങി ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അവരെന്താ ലൈക്ക് അവർ 9 to 5 വർക്ക് ചെയ്യുന്നവരാ, ബട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ സമയം എന്താ ചെയ്യുന്നത്? ഞാൻ ഇത്രയും സമയം ഇത് ചെയ്യുന്നു, ഇതിനു വേണ്ടി എനിക്ക് രണ്ടുപേര് ജോലി ആൻഡ് മെയ്ഡ്സ് ഉണ്ട് അവിടെ, അവർ കാര്യങ്ങളെല്ലാം ചെയ്തു തരും, എല്ലാം പക്കയായിട്ട്. ബട്ട് എന്നാലും
ഇവർക്ക് എന്തുകൊണ്ട് പുറത്തു പോയി സാധനം വാങ്ങിച്ചൂടാ? ഇൻസ്റ്റാമാർട്ടൊക്കെ നമ്മളെ ലേസി ആക്കിയതാണ് ഇതൊക്കെ, അല്ലാതെ നമ്മുടെ ലൈഫ് സിമ്പിൾ ആക്കിയതല്ല. സോ ദാറ്റ്സ് ഈ ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. നമുക്ക് മടിയുള്ള സാധനമാണ് ബിസിനസിന് ഏറ്റവും സ്കോപ്പ് ഉള്ള ഒരു ആൾക്കാരെ മടിയന്മാരാക്കുക, എസ്പെഷ്യലി മല്ലൂസിനെ നമുക്ക് അതൊരു വേറൊരു സൈഡ്. ദിസ് ഈസ് ദ റിയാലിറ്റി, റൈറ്റ്? ഇപ്പം സൊമാറ്റോയുടെ ഫൗണ്ടർ പുള്ളി ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ഇല്ല ആക്ച്വലി, റൈറ്റ്? ഇറ്റ്സ് ഫേക്ക് ആക്ച്വലി. പക്ഷെ എന്നാൽ ആൾക്കാരെ ഇത് കണ്ടിട്ട് അവരിത് ചെയ്യുകയാണ്. സിമ്പിൾ. സോ ഇത്രയേ ഉള്ളൂ സംഭവം. ബിസിനസ് എന്ന് പറയുന്നത് ആൾക്കാരുടെ ലൈഫ് സിമ്പിൾ ആക്കുക എന്ന് നമ്മൾ പോളിഷ് ചെയ്ത് വൃത്തിക്ക് പറയാം, ബട്ട് റിയാലിറ്റിയിൽ ആൾക്കാരെ ലേസി ആക്കുക. പക്ഷെ അതിനൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള സാധനമുണ്ട്. അതായത് പീപ്പിൾ പ്രിഫർ ഇങ്ങനെ ലേസി ആയിട്ടുള്ള, അതായത് മിനിറ്റിൽ നമുക്ക് കൈ കിട്ടുന്ന സാധനങ്ങൾ പ്രിഫർ ചെയ്യുന്നു, അതിൽ ഭയങ്കര മടിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പോഴത്തെ ആൾക്കാർ ദേ ആർ മോർ ഫിറ്റ്നസ് കോൺഷ്യസ്, അവർ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ടും ബാലൻസ് ചെയ്ത്. പക്ഷേ വേറെ കാര്യമുണ്ട്, വർക്ക്ഔട്ട് ചെയ്തെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ ഒരു മാർക്കറ്റിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം 45 മിനിറ്റ് മാത്രം വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഐ ബിലീവ് കാക്കന സംതിങ് ഉണ്ട്, അതിനോട് എക്സാക്ട് എന്റെ പേരെന്താന്ന്. കാക്കനുണ്ട്, കോഴിക്കോടുണ്ട്. ആഴ്ചയിൽ ഒരു 45 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. അത് തന്നെ ആൾക്കാരെ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ല, അതൊന്നും അഫോർഡബിൾ ആയിട്ട് കൊടുത്ത എല്ലാവരും. ഇത് വേറൊരു കാര്യമുണ്ട്, ഒരു ഏജ് കാറ്റഗറി ആൻഡ് ഓൾസോ മോർ ഓവർ അബൌട്ട് ദ ഓഡിയൻസ്, റൈറ്റ്? ഇപ്പം ഈ പറയുന്ന പോലെ ഒരു 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ അത്യാവശ്യം ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആളെ മടിയനാക്കിയാൽ മാത്രം മതി. മജോറിറ്റി ആൾ എല്ലാവരെയും ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി. ഇതാണ് നടക്കുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വേറൊരു കാറ്റഗറി ഇല്ല, 30 to 40 എന്ന് പറയുമ്പോൾ അവരുടെ വ്യൂ മാറി, ലൈഫിനെ പറ്റി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ അവർ സ്പെൻഡ് ചെയ്യുന്നത് ഇച്ചിരി കുറച്ചുകൊണ്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നു. സോ ഇതാണ്. സോ ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആവാം. ഞാൻ പറയട്ടെ, എല്ലാ മനുഷ്യരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലം ഞാൻ ഇവിടെ അഡ്രസ് ചെയ്യാനായിട്ട് പോവാണ്. കാരണം ഇദ്ദേഹത്തിന് ഫിനാൻഷ്യലി കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ചെയ്യാൻ അറിയാം എന്നുള്ളത് കൊണ്ട് വി നീഡ് എ ഹെൽപ്പ് ഫ്രം യു. അതായത് ഒരു മനുഷ്യന്റെ കയ്യിൽ മാസം തുടക്കം 1-ാം തീയതിയോ 3-ാം തീയതിയോ സാലറി വരുന്നു, 15-ാം തീയതി ആകുമ്പോൾ ഈ സാലറി തീരുകയാണ്, പിന്നെ പിച്ചിച്ചട്ടി എടുത്തിട്ട് നമ്മളങ്ങ് നടക്കാറ്. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ബഡ്ജറ്റിംഗ് ആ സംഭവം ഇത് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയാം, ഇത് ബഡ്ജറ്റിംഗ് ഇതൊക്കെ എല്ലാവരും പറയുന്ന സംഭവമല്ലേ. പക്ഷെ നമ്മളിത് ചെയ്യത്തില്ലെന്നേ. ഇപ്പം എൻ്റെ പല ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ലൈക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ളവർ വരുവാണെങ്കിൽ ഞാൻ ആദ്യമേ അവർ ഈ പ്രശ്നം പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കും. ആദ്യമേ ഫോൺ പേയിൽ കയറിയിട്ട് നമുക്ക് ഒരു SIP സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും, ഗോൾഡിൽ ഇല്ല സിൽവറിൽ ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്യും, ഇല്ല ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ. ഞാൻ അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഡെയിലി ഒരു മന്ത്ലി SIP ലാക്സിലുണ്ട് കുറച്ച്. സോ എനിക്കറിയാം ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ അവരെ വാങ്ങിച്ചിട്ട് അങ്ങിടും. എന്നിട്ട് ഇവർ പോലും അറിയാതെ ഇവരുടെ സാലറി എന്നാ ചോദിക്കും, ഇന്ന ദിവസമാണെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, അവർ പറയും അയ്യോ 1000 രൂപ ഇടല്ല, ഇല്ല 2000 രൂപ ഇടല്ല എന്നൊക്കെ ഇവർ പറയും. അപ്പോൾ ഞാൻ പറയും നിനക്ക് അന്ന് വന്നില്ല, നീ എന്നെ വിളിച്ചാൽ ഞാൻ തരാമെന്ന് പറയും. ബട്ട് അങ്ങനെ ചോദിക്കാറില്ല അവർ, പിന്നെ അവരങ്ങ് ചെയ്തു പോകും. പക്ഷേ ഇങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ഒരു 10 മാസം ഇല്ല 1 വർഷത്തിനകത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എടാ നീ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അത് തന്നെ അക്കൗണ്ടിൽ നിന്ന് മാറുക എന്നുള്ളത്. അതായത് എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, ഇല്ല എനിക്കൊരു സേവിങ്സ് വേണമെന്ന് മോട്ടിവേറ്റ് ആകുന്ന ഒരു 15-ാം തീയതി കഴിയുമ്പോഴാണ്. കാരണം അപ്പോഴാണല്ലോ പൈസ തീർന്നു, കടമായി എന്നുള്ളൊരു സംഭവത്തിലോട്ട് വരുന്നത്. പിന്നെ ഒരു 5-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് മൈൻഡ് സെറ്റ് മാറി. സത്യം പറഞ്ഞാൽ ഈ റാറ്റ് റേസിൽ കടന്ന് എല്ലാവരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? സോ ബെറ്റർ നമ്മൾ ഒരു ഫണ്ട് വരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ എത്രയാണ് ഇപ്പോൾ ലെറ്റ്സ് ഒരു 20,000 ഒരാൾക്ക് സാലറി, അതിൻ്റെ ഒരു 20% എടുത്ത് മാറ്റി വെക്കുക, SIP എന്തെങ്കിലും ഇട്ട് വെച്ചോന്നേ. അപ്പോൾ അവർ പറയും എങ്ങാനും അത് നഷ്ടമായാലോ എന്നുള്ളതിൽ. ഒന്നുമില്ലാതിരിക്കുന്നതിനെക്കാട്ടും നല്ല എന്തെങ്കിലും സേവ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഈ പൈസ നമ്മുടെ കൈ കിടക്കുന്ന തീർന്നു പോകുന്നേ. സോ ബെറ്റർ ഈ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ചെയ്തൊരു കാര്യം, ഞാൻ ഉൾപ്പെടെ ഇടയ്ക്ക് നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നതിൽ നിന്നൊക്കെ ഞാനും മനുഷ്യരാണ്. ഞാനും നേരത്തെ പറഞ്ഞ പോലെ ലേസിനെസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇടയ്ക്കൊക്കെ. സോ ദാറ്റ് ഹാപ്പൻസ്, റൈറ്റ്? ആൻഡ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു രൂപ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ അപ്പം തന്നെ ഗോൾഡ് വാങ്ങിക്കും, ഇല്ല സിൽവർ വാങ്ങിക്കും, ഇല്ല ഇൻവെസ്റ്റ് ചെയ്ത് വെക്കും. സോ ഒരു ലയബിലിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡബിൾ ഞാൻ ഇപ്പം 500 രൂപ എനിക്ക് സ്പെൻഡ് ചെയ്യണമെങ്കിൽ എൻ്റെ 1000 രൂപ വേണം, ഇതാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ 500 എടുത്ത് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് കുറേ സേവിങ്സും ആകും, നമ്മുടെ സ്പെൻഡിങ് ഇതും മാറും. ഇല്ല നമ്മൾ ഇപ്പോൾ ഒരു മോളിൽ കയറിയാൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് വാങ്ങിക്കുന്നത്, അല്ല. നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഷോപ്പിങ്ങിന് പോകുകയാണെങ്കിൽ നമ്മളൊരു 3 പ്രൊഡക്റ്റ് വാങ്ങിക്കാനാണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ 5-6 വാങ്ങിച്ചിരിക്കും, ഉറപ്പാണ് മിനിമം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 മാത്രം അന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങുക. നമുക്കപ്പോൾ കയറുമ്പോൾ തോന്നും അയ്യോ എനിക്കിത് ആവശ്യമുണ്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് ഓർത്തില്ല എന്ന്. ഒന്നും ചെയ്യേണ്ട, ആ 3 വാങ്ങിച്ചിട്ട് ഇറങ്ങുക. എന്നിട്ട് നാളെ വന്നത് വാങ്ങിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നാളെ ആകുമ്പോൾ നമ്മൾ മടിയാവും, പോകത്തില്ല, റൈറ്റ്? നാളെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കുക അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത്. സോ ഒരു 24 hours എങ്കിലും നമ്മൾ എന്തെങ്കിലും
പറയുന്ന പ്രൊഡക്റ്റ് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സമയം കൊടുത്ത് നോക്ക്, വർക്കൗട്ട് ആവും. ഇത്ര ഭയങ്കര ലോജിക്കലായിട്ട് അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ ചെയ്യാത്ത രീതി ഇത്ര ഭയങ്കര അനലൈസ് ചെയ്ത് പറയുന്നു. അരുൺ ഏത് ഏജിലാണ് ഈ ഫൈനാൻഷ്യലി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന ഒരു 10 രൂപ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചത് ഏത് വയസ്സിലാണ്? ഞാൻ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാ കച്ചവടക്കാരും ഇത് പഠിക്കുന്നേ, ഇത് പഠിച്ചിട്ടില്ല അപ്പം തന്നെ പൂട്ടി പോകും കേട്ടോ. അതാണ് അവസ്ഥ. അറിഞ്ഞോളും. കാരണം 1 രൂപ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെലവാക്കാതെ ആ 1 രൂപ എങ്ങനെ നമുക്ക് 2 രൂപയാക്കാം ഇല്ല 10 രൂപയാക്കാം എന്ന് നോക്കണം. ചുമ്മാ എവിടെയെങ്കിലും കൊണ്ട് ആരെങ്കിലും കൈ കൊടുത്തിട്ട് 1 രൂപ 2 രൂപ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ പറ്റിച്ചിട്ട് പോകും. ഇത് വേറെ കാര്യം. അതല്ല, ആ 1 രൂപ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. പലരും പല സ്കാംസിൽ പോയി പെടുന്നുണ്ട്. അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ 1 രൂപ ഉണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പാടാം. സോ നമ്മൾ ആ എഫോർട്ട് ഇടുന്നുണ്ടോ, നമുക്ക് ആ ഒരു 10 രൂപ കിട്ടാനായി നമ്മൾ ആ എഫോർട്ട് ഇടുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നമുക്ക് കുറേ സ്കാംസിൽ നിന്ന് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഞാൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. ഈ ബുക്സ് വായിക്കുന്നു, നോളേജ്, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കിട്ടുമ്പോൾ എങ്ങനെ എനിക്ക് ഫണ്ട് മാനേജ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ പഠിക്കുന്നുണ്ട്. കച്ചവടത്തിൽ നിന്ന് തന്നെ പഠിച്ചു. മോർ ഓവർ ട്രേഡിങ്ങിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. എത്ര രൂപ ഞാൻ റിസ്ക് വെക്കണം, എത്ര രൂപ ഞാൻ ഇതിന് റിവാർഡ് കീപ്പപ്പ് ചെയ്യണം. ഞാൻ ബിസിനസ് പഠിച്ചത് തന്നെ ട്രേഡിങ്ങിൽ നിന്നാണ്. ട്രേഡിങ്ങിൽ എൻ്റെ സെറ്റപ്സ് എന്താണ്, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി സൈക്കോളജി എന്താണോ ഇവിടെ തന്നെ എടുക്കും. ഞാൻ നല്ല രീതിയിൽ റിസ്ക് എടുക്കുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് ഞാൻ റിസ്ക് എടുക്കും. ഇറ്റ്സ് ഓക്കെ ഫൈൻ, പോയാൽ പോട്ടെ, ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യും. സോ അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ അത്രയും റിസ്ക് ടേക്കർ ആണ് നമുക്ക് മനസ്സിലാവും. പക്ഷെ മോസ്റ്റ്ലി ആൾക്കാരുടെ ഒരു ആവശ്യം എന്താണെന്നറിയോ, ഈ മാസം ഞാൻ 500 രൂപ ഇടുകയാണെങ്കിൽ അടുത്ത മാസം എനിക്കത് 1 ലക്ഷമായിട്ട് കിട്ടണം. അത് പൊതുവെ ആൾക്കാർക്കുള്ളത്. സോ ഒരു എത്ര നാള് നമ്മളൊരു മിനിമം പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണം ഒരു പ്രോപ്പർ ഗ്രൗണ്ട് ഉണ്ടാക്കാനായിട്ട്? ഇതിൽ ഒരു 3 to 5 വർഷം കൊടുക്കണമെന്നേ. 3 to 5 വർഷം? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2021 അക്കാഡമി തുടങ്ങി 2030 ഫണ്ട് മാനേജ്. എൻ്റെ ഈ 10 വർഷത്തെ പ്ലാൻ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ എക്സൽസ് ഉണ്ട് ഇതിന് വേണ്ടി. ഞാൻ എന്ത് ചെയ്യണം, ഒരു വർഷം ഞാൻ എന്ത് ചെയ്യണം, ഈ വർഷം അവസാനമാകുമ്പോൾ നമുക്ക് എത്ര നമ്മൾ ഇത് എത്തണം, AUM-ലേക്ക് എത്ര എത്തണം, എന്തൊക്കെ ബിസിനസ്. ഞാൻ ഇന്ന് തന്നെ പറഞ്ഞു 2030 100 കമ്പനീസ് വിത്ത് 100 എംപ്ലോയീസ് എൻ്റെ ടാർഗറ്റ്. സോ ഈ വർഷം ഞങ്ങൾ 20 കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ പ്ലാന്. ഈ മന്ത് നമ്മളൊരു 4 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പക്ക പ്ലാനിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചോദിച്ചിട്ടുണ്ട്, നീ എന്താ റോബോട്ടിനെ പോലെയാണ് ജീവിക്കുന്നത്, പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആക്കി ചെയ്തെന്നൊക്കെ. ലൈഫിൽ റിസ്ക് എടുക്കാൻ പറ്റുന്ന സമയം 20s ആണ്. എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ലൈഫ് ലോങ് നമ്മൾ ഈ പറയുന്ന പോലെ ലോൺസ്, EMIs, റെസ്പോൺസിബിലിറ്റീസ് മാത്രമായിട്ട് ജീവിച്ചു പോകും. എൻ്റെ ഒരു കോൺസെപ്റ്റ്, എനിക്കൊരു 30, ഇപ്പം ഞാൻ 27 ആണ്, ഒരു 30 ഇല്ലെ 35 അങ്ങേറ്റം ആകുമ്പോൾ ഞാൻ റിട്ടയർഡ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്രാവൽ ചെയ്യണം, എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. സോ ആ ഒരു രീതിയിലേക്ക് പോകണം. ഇപ്പോഴും അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ, അത്യാവശ്യം ഹൈക്കിങ്, ട്രെക്കിങ്, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ഡെഫിനറ്റ്ലി നമ്മൾ കുറേ സ്ട്രെസ് ആകുന്ന സമയത്ത് ഒരു ഓൺട്രപ്രീനിയറിന് ഒരിക്കലും റിലാക്സ് ആയിരിക്കാൻ പറ്റത്തില്ല. സോ ഐ തോട്ട് ലൈക്ക് ഓക്കെ, ഞാൻ ആ സമയത്ത് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒറ്റയ്ക്ക് ഞാൻ സോളോ ഡ്രൈവ് ചെയ്ത് അങ്ങ് പോകും. ചിലപ്പോൾ അങ്ങ് വണ്ടി ഓടിച്ചാൽ അങ്ങ് പോകും. ഹിൽ സ്റ്റേഷൻസ് ഒക്കെ പ്രിഫർ ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് മൈൻഡ് പീസ് ആകും. ഞാൻ അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ വർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാനേജേഴ്സ് വിളിക്കട്ടെ, അത് ചെയ്ത് ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ഗോസ്റ്റ് ആവും. ഞാൻ പറയും ലൈക്ക് എന്നെ ഒന്ന് വിളിക്കരുത്, ലൈക്ക് മാനേജേഴ്സ് ഉണ്ട്, അമലാൻ്റെ അല്ല, വിളിച്ചിട്ട് പറയും എന്നെ വിളിക്കരുത്, എന്ത് പ്രശ്നം നിങ്ങൾ ഡീൽ ചെയ്തേക്കണം. സോ ഞാൻ നാളെ വരത്തുള്ളൂ. സോ 5 days ഞാൻ കാണത്തില്ല, ഞാൻ പോവാണ്, ഐ ബി ബാക്ക് ആഫ്റ്റർ ദാറ്റ് എന്ന് പറയും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്ര അർജന്റ് ആണെങ്കിൽ മാത്രം ടെക്സ്റ്റ് മീ. ഇതാണ് സംഭവം ഞാൻ ചെയ്യുന്നത്. എനിക്ക് പിന്നെ അസൂയ തോന്നുന്നു ആക്ച്വലി മനുഷ്യനോട്. എനിക്ക് മാത്രമല്ല, ഇത് കേട്ടോണ്ടിരിക്കുന്ന മോസ്റ്റ്ലി ആൾക്കാർ. കാരണം 35 വയസ്സിൽ റിട്ടയർമെന്റ് പ്ലാനൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങൾ. അതെന്താ പ്രശ്നം എന്ന് വെച്ചാലേ, എല്ലാവരും കോൺസെപ്റ്റ്, ഞാൻ എല്ലാവരും തെറ്റാന്ന് പറയുന്നില്ല, ബട്ട് എൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ജോലി എടുക്കുന്നത് ജീവിക്കുന്നത് ജോലി എടുക്കാൻ വേണ്ടിയാണ്. ഇതാണ് റിയാലിറ്റി. ജീവിക്കുന്നത് ജോലി എടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ തിരിച്ചൊന്ന് ചെയ്താലോ? ബട്ട് ആരും അത് ചെയ്യുന്നില്ല. എല്ലാവരും വിചാരം എന്താ, 20-21 വയസ്സ് വരെ ഡിഗ്രി വാട്ടർ ബീറ്റ് കംപ്ലീറ്റ് ചെയ്യുക, ജോലിക്ക് കയറുക, 25, 26, 28 കല്യാണം കഴിക്കുക, 30s ബേബീസ്, പിന്നെ ഫാമിലി പ്ലാനിങ്, ഇങ്ങനെ അങ്ങ് പോവുക, 50ാമത്തെ വയസ്സ് റിട്ടയർമെൻറ്റ്. ഇത് മാത്രം എല്ലാവരുടെയും പ്ലാൻ. ആ കാലം കഴിഞ്ഞെന്നേ, ആ കാലം കഴിഞ്ഞു. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടും ഇല്ലേ വേറെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയെന്നാരും ചിന്തിക്കുന്നില്ല. ഞാൻ എന്താ ജീവിക്കാൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞു ഇത്ര അവേഴ്സ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, 20 hours, 18 hours. ശരിക്കും ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ഞാൻ ഒരു ദിവസം എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എനിക്കതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട. ലൈക്ക് ഞാൻ ഹാപ്പി ആയിട്ട് പോയി കിടന്നുറങ്ങും.
അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്ക് എൻ്റെ മാനേജേഴ്സ് എനിക്ക് ഇന്നത്തെ സ്കെഡ്യൂൾ അയച്ചു തരും, പ്ലസ് എനിക്ക് ഓൾറെഡി എൻ്റെ സ്കെഡ്യൂൾസ് കാണും, ഇതെല്ലാം കൂടെ ടൈപ്പ് ചെയ്ത് നോക്കും, ദെൻ ഓക്കെ ഫൈനലൈസ് ടു ദെൻ നേരെ അങ്ങനെ ചെയ്തു. അടിപൊളി. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇത് ചെറുതിലേ തൊട്ടേ കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കണം, ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഹൗ ടു മാനേജ് മണി ഇഫ് ഐ പുട്ട് ഇൻ ബെറ്റർ വേസ്. അപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ലെസൺ അതൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് ഒരു കാലത്ത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാത്ത കാര്യങ്ങളാണ്. അതൊക്കെ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ കാശ് എങ്ങനെ മാനേജ് ചെയ്യണം, എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എന്താണ് ട്രേഡിംഗ് എന്നൊക്കെ സ്കൂൾ ലെവലിലേ പഠിപ്പിച്ചു കൊടുക്കുന്നത് വുഡ് ബി വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ അടുത്തൊരു പ്രൊജക്ട് അത് തന്നെയാണ്. ആക്ച്വലി 1ാം ക്ലാസ് മുതൽ 12th വരെ നമ്മൾ ഈ പേഴ്സണൽ ഫൈനാൻസ് പഠിപ്പിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത് ഇങ്ങനെ കൊച്ചിലെ തൊട്ട് അറിയണം എന്നതായിരുന്നില്ല. കാരണം നമ്മളിൽ എൻ്റെ അടുത്ത് പലരും വന്ന് അഡ്വൈസ് ചോദിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് പലരും പറയുന്നത് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, ഇതൊക്കെ പണ്ടേ എനിക്ക് അറിയായിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയേനെ, ഇതൊക്കെയാണ് പലരും പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു ഫസ്റ്റ് തൊട്ട് 12th വരെ ഉള്ളവർക്ക്. അപ്പോൾ 1ാം ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ ഫൈനാൻസ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പക്ഷേ കഥ എന്ന രീതിയിൽ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. സോ ഒരു പക്ക കഥ എന്ന രീതി 1, 2, 3 ഒക്കെ പക്ക കഥയായിട്ടാണ്. ഒരു 4 ഒക്കെ ആകുമ്പോൾ ചെറിയ ചേഞ്ച് വരും, 6, 7 ആകുമ്പോഴത്തേക്ക് അനദർ ചേഞ്ച്, ഇല്ല ഒരു കാർഡ് എന്താണ്, ക്രെഡിറ്റ് കാർഡ് എന്താണ്, ക്രിപ്റ്റോ എന്താണ്, ചെറിയ 8th ഒക്കെ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. 12th ഒക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെ പക്ക പ്രോപ്പറായിട്ട് പൈസ മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. സോ വർക്കിംഗ് ഓൺ ഇറ്റ് മോസ്റ്റ് പ്രോബ്ലി വിത്തിൻ 6 months നമ്മൾ അതൊരു പുതിയൊരു വെഞ്ചർ ആയിട്ട് തന്നെ ആൻഡ് ഇഫ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഗവൺമെന്റുമായിട്ട് ടൈപ്പ് ചെയ്ത് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത്. കാരണം ഏറ്റവും നീഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് കാലങ്ങളിൽ പിള്ളേരെ പൈസ കൊടുക്കുന്നില്ല, കാരണം പേരൻസിന്റെ പൈസ ഇല്ലല്ലോ. പക്ഷെ ഇപ്പം പേരൻസിൻ്റെ ഈ പൈസ ഉണ്ട്, പിള്ളേരെ അതുകൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇവർ അനാവശ്യമായിട്ട് ചിലവാക്കുന്നുണ്ട്. ഇത് കൊച്ചിലെ തൊട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലേ സൂപ്പർബ് ആകുമെന്ന്. ഇത് പിള്ളേർ ചോദിക്കുമ്പോൾ നമ്മളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. പിള്ളേർ ഇപ്പം തന്നെ വേറെ കുറേ അധികം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരുടെയും കയ്യിൽ എല്ലാ സാധനങ്ങളുണ്ട്, ഇവർക്ക് നീഡില്ല, ജോലിക്ക് വേണ്ടി ഒരു നീഡില്ല. പലപ്പോഴും നമ്മൾ ശരിക്ക് പാടുപെടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ആർക്കും നീഡില്ല, എല്ലാവരും ജസ്റ്റ് ലൈക്ക് ഓക്കെ ഫൈൻ, ജസ്റ്റ് ട്രിപ്പ് പോകാൻ അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യാൻ വേണ്ടി മാത്രം ജോലിക്ക് വരുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത് തരാം, ഇതാണ് ചില രീതിയിൽ ചിലവരുടെ ഒക്കെ ഇത്. സോ എനിവേ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊച്ചിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇത്ര വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. സോ ഹൗ ഡു യു ഡു ദാറ്റ് വെരി ഈസിലി? ഈ ഒരു ഈസി ആയിട്ട് മാനേജേഴ്സ് ഉണ്ട്, സിഇഒസ് ഒക്കെ ഉണ്ട്, ബട്ട് എന്നാലും ഇപ്പൊ ബീങ് ദി ഫൗണ്ടർ ഓഫ് ദിസ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഇറ്റ്സ് റിയലി ഹാർഡ്. അതെങ്ങനെ ആ ടൈം ഓൺട്രപ്രന്യൂർ ജേർണി നല്ല ടഫാണ്. നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല. ഡിപ്രഷൻ, ഒറ്റയ്ക്കാകും, ആരും കാണത്തില്ല. കാരണം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, അവർ നമ്മളോട് അതായിരിക്കില്ല. നമുക്കത് മൈ ബി നമ്മൾ ആ സമയത്ത് പ്രഷറിലായിരിക്കും ഇരിക്കുന്നത്. സോ ഇപ്പോഴും എനിക്ക് പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്, അതായത് അവർക്ക് ആവശ്യമുള്ള സമയത്തും ഇല്ല അവരുടെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ വിളിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. സോ ഞാനത് ചെയ്യാറില്ല. സോ പലപ്പോഴും നമ്മൾ സെൽഫ് മെയ്ഡ് ആയി പോകും, ഒറ്റയ്ക്കാകും, ദെൻ ലൈക്ക് പ്രഷർ വരും, ഡിപ്രസ്ഡ് ആകും. ആരോട് പറയും? നമ്മളും ഹ്യൂമൻസ് ആണ്, നമുക്ക് എല്ലാ ഓൺട്രപ്രന്യൂഴ്സും ഇതാണ്, ഈ സ്റ്റേജിലൂടെ എല്ലാവരും പോകുന്നത്. ലൈക്ക് ചില സമയം നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി പോകും, ആരുടെ അടുത്തൊന്നും പറയാനായിട്ടില്ല. സോ അത് നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പിന്നെ നമ്മളത് യൂസ്ഡ് ആവും. ദെൻ ലൈക്ക് ആ ഒരു ഇന്നലെ ഞാൻ ഒരു ഫിലിമിന് പോയി, ഞാൻ ഒറ്റയ്ക്ക് ഫിലിമിന് പോകും, ഒറ്റയ്ക്ക് പോയി ഫുഡ്സ് പോയി കഴിക്കുക, ലൈക്ക് എൻജോയ്. അപ്പോൾ എന്നോട് ലൈക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഓൺട്രപ്രന്യൂർ ആയി നോക്ക്, തന്നെ ആയി പോകുമെന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ശരിക്കും നമ്മൾ ഇടയ്ക്ക് ലൈക്ക് ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കണം, ഓപ്പണായിട്ട് ലൈക്ക് ഫ്രണ്ട്സുമായിട്ട് ഇത് ചെയ്യാൻ പോകണം, ഇതൊക്കെ നമ്മൾ വിചാരിക്കും, ബട്ട് പറ്റത്തില്ല. ഇപ്പൊ ആരെങ്കിലും വന്ന് അരുണിനോട് ചോദിക്കണം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10,000 രൂപയുണ്ട്, ഈ 10,000 രൂപ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞു കൊടുക്കുക? രണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ആണ് ഈ ഒരു 10,000 കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നോളജ് കൂട്ടാൻ നോക്കും. ഓക്കെ. അല്ലാതെ ഞാൻ അത് കൊണ്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. എൻ്റെ നോളജ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 10 എന്നുള്ളത് 10 ലക്ഷം ആക്കാൻ വലിയ പാടില്ലാന്നേ. എൻ്റെ കോൺഫിഡൻസ് അതാ. ഇപ്പം ഞാൻ ലൈക്ക് എന്ത് കമ്പനി വാട്ട് ലോസിൽ പോയി ബ്രേക്ക് ആയി കഴിഞ്ഞെന്നുണ്ടെങ്കിലും എൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. അമ്മ ട്രേഡർ, ഞാൻ 1 ലക്ഷം രൂപ എവിടെ നിന്ന് റേസ് ചെയ്യും, ഞാൻ ട്രേഡ് ചെയ്ത് തുടങ്ങും. പെട്ടെന്ന് ആ 1 ലക്ഷം 1 കോടി ആക്കുമെന്നല്ല, ടേക്സ് ടൈം. ആ 1 ലക്ഷം ഞാൻ ചിലപ്പോൾ 1 കോടി ആക്കാനായിട്ട് എനിക്ക് 3-5 വർഷം എടുക്കുമായിരിക്കും. പക്ഷെ ആ 1 കോടി 10 ആക്കാനായിട്ട് വലിയ സമയം എടുക്കത്തില്ല. റൈറ്റ്. സോ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ പേഷ്യൻസ്. ഞാൻ ഈ പറഞ്ഞ പോലെ 1 ലക്ഷം 1 കോടി ആക്കാൻ 5 വർഷം വരെ വെയിറ്റ് ചെയ്യും ഞാൻ. പക്ഷെ പലരും ഇവിടെ അങ്ങനെയല്ല. 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം എനിക്ക് 1 കോടി ആകണം. അതാണ് സംഭവം. സോ ഞാൻ റിയാലിറ്റി മനസ്സിലാക്കി ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളത്. സോ ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഇപ്പൊ
ഈ ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ് സ്കാം എന്ന് പറയുന്നത്. ബിക്കോസ് എ ലോട്ട് ഓഫ് ഓൺലൈൻ സ്കാം ഇസ് ഹാപ്പനിങ് സ്പെഷ്യലി ഇൻ ട്രേഡിംഗ്. അപ്പൊ ഈ ട്രേഡിംഗിലേക്ക് വരാൻ ആൾക്കാർ മടി കാണിക്കണത് മേ ബി അതുകൊണ്ടാണ്. സോ ഹൗ ഡു വി നോ വിച്ച് പ്ലാറ്റ്ഫോം ഇസ് ജെനുവിൻ, വിച്ച് ഇസ് എ സ്കാം? ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിംഗ് മാത്രമല്ല സ്കാം നടക്കുന്നത്, വേറെ പല സ്ഥലങ്ങളിലും ഇതിനെക്കാട്ടിലും സ്കാം നടക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ്, ഹെൽത്ത് ഫീൽഡിലുണ്ട് ഭയങ്കര. ട്രേഡിങ്ങിനെക്കാട്ടിലും സ്കാം നടക്കുന്ന എത്രത്തോളം ഫീൽഡുകളുണ്ട്. ഇതൊക്കെ എക്സ്ക്യൂസസുകളാണ്. എക്സ്ട്രാ ഒരു 1 hour വർക്ക് ചെയ്യാനായിട്ടോ എക്സ്ട്രാ ഒരു 1 hour എഫോർട്ട് ഇടാനായിട്ടോ ആൾക്കാർ കാണിക്കുന്ന എക്സ്ക്യൂസസാണ്. എനിക്ക് പണിയെടുക്കാതെ പൈസ കിട്ടണം, കൈ നനയാതെ മീൻ പിടിക്കും. ഇത് സീരിയസ്ലി ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ഞാൻ ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു. പടത്തിലുണ്ടല്ലോ ഗ്രാമഫോണോ ദിലീപിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, പണി എന്താണെങ്കിലും എനിക്കറിയണ്ട, കാശ് ഇതാ പലരെ ഇത്. അതായത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, പക്ഷെ എനിക്ക് പൈസ കിട്ടണം. എനിക്ക് പണിയെടുക്കാൻ അത്രയും ബുദ്ധിമുട്ടി പണിയെടുക്കാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് പൈസ വേണം. ഇതാ പലരുടെയും ഒരു ചിന്താഗതി. ഇത് സോഷ്യൽ മീഡിയയുടെ പ്രശ്നമാണ് കേട്ടോ. ഈ പറയുന്ന പോലെ എസ്പെഷ്യലി ട്രേഡിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ, ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ലംബോർഗിനി, ബുഗാട്ടി, ഫെറാറി ഇങ്ങനെ ഇതാണ് എല്ലാവരും. ഒരു ഡുക്കാറ്റി ബൈക്കിൽ പോകുന്നു, ഇല്ലേ അവർ കാർ ഓടിക്കുന്നു, പോഷെ, BM, ഇത് ഡിഫൻഡർ, ഇതൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത. ട്രേഡിംഗ് ആണെങ്കിലും എന്താണെങ്കിലും പണിയെടുത്തേ പറ്റത്തുള്ളൂ. നല്ല പണിയാണ്. എന്നെ വിളിച്ചിട്ട് ചിലർ വിളിച്ചിട്ട് പറയും, നിനക്ക് എന്ത് സുഖമാണ് എ സിക്കകത്തിരുന്ന് സിസ്റ്റത്തിന് ഫ്രണ്ട് ഇരുന്നാൽ പോരെ, ലക്ഷങ്ങളല്ലേ ഉണ്ടാക്കുന്നതെന്ന്. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ലക്ഷങ്ങൾ പോകുന്നുണ്ട്. ഇതാണ് റിയാലിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്ലി, നമ്മൾ ആ എ സിക്കകത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ തീക്കകത്തിരിക്കുന്ന ഫീൽ അത്രയ്ക്ക് പ്രഷറാണ് ട്രേഡിങ്ങിൽ. കാരണം അത്രയ്ക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, നമ്മുടെ വലിയ ഫണ്ടാണ് പോകുന്നത്, പൈസയാണ് നമ്മുടെ പോകുന്നത്. സോ അത് നമ്മൾ നല്ല പ്രഷറിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇല്ലേ ടോപ്പ് 10 ഇതെടുത്തു കഴിഞ്ഞാൽ അത് ലിസ്റ്റിലുണ്ട് ട്രേഡിംഗ് എന്നുള്ളത്, ഏറ്റവും കൂടുതൽ പ്രഷറുള്ള ജോബ്. സോ ഇതിലും പാടുണ്ട്, നല്ല പണിയാണ്, നല്ല കഷ്ടപ്പാടാണ്, ഈസി അല്ല. ട്രേഡിംഗ് ഈസി വേ ഓഫ് മണി മേക്കിങ്ങേ അല്ല. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്. ഇച്ചിരി ഒരു ടൈം ഫ്രീഡം കിട്ടി, ഇതാണ് സംഭവം. ആക്ച്വലി ഞാൻ അക്കാഡമി തുടങ്ങിയത് തന്നെ നല്ല സമയം ട്രേഡ് ചെയ്യാനായിട്ട് എനിക്ക് 1 hour 2 hour വരുന്നുള്ളൂ. ബാക്കി സമയം എനിക്ക് ചുമ്മാ ഇരിക്കുവാന്നേ. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം, എല്ലാവരുമായിട്ട് സ്റ്റോക്ക്, ക്രിപ്റ്റോ, ഫോറക്സ് എല്ലാം കൂടെ ചെയ്യാന്നുള്ളതിൽ. എന്നിട്ട് ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കിളി പോയി കേട്ടോ, സത്യം പറയാം. കാരണം എല്ലാം കൂടെ ചെയ്യുമല്ലേ. സ്റ്റോക്ക് ചിലപ്പോൾ മുകളിലേക്കാണെങ്കിൽ ചിലപ്പോൾ ഫോറക്സ് നേരെ ഗോൾഡ് താഴത്തേക്ക് വീഴുന്നു, ക്രിപ്റ്റോ ആണെങ്കിൽ ചിലപ്പോൾ സൈഡ് ബേസ് ആയിരിക്കും. സീരിയസ്ലി എൻ്റെ കിളി പോയ അവസ്ഥയായിരുന്നു. ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഈ റീസെൻ്റ്ലി ഓൾസോ ലാസ്റ്റ് ഇയർ ഞാനിത് ഇങ്ങനെ ചെയ്തു. ഞാൻ ലാസ്റ്റ് ടീമിനോട് പറഞ്ഞ് എനിക്ക് പറ്റില്ല കേട്ടോ, ഐ എം ഡൺ, ഞാൻ ഒരെണ്ണം മാത്രമേ ചെയ്യത്തുള്ളൂ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നെ കൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. How is your team backing you up? Because without them you are nothing എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ? How are they backing you up? ശരിക്കും ഇത് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പം പല ഫീൽഡുകളിലും എനിക്ക് ഒട്ടും തന്നെ നോക്കി. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാനേജേഴ്സ് ലൈക്ക് എൻ്റെ മോസ്റ്റ് ട്രസ്റ്റി ആയിട്ട് ഞാൻ കീപ്പ് ചെയ്ത്. ഞാൻ സ്കില്ലിനെക്കാട്ടിലും ഞാൻ കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ട്രസ്റ്റില്ല. കാരണം സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ട്രസ്റ്റ് അങ്ങനെയല്ല. ലൈക്ക് ഇൻബോണ്ട് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ലൈക്ക് കൂടെ നിർത്തി. കാരണം എനിക്ക് കുറേ അധികം പണികൾ കിട്ടിയിട്ടുണ്ട് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നും പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്നും ഇഷ്ടം പോലെ കിട്ടി. അങ്ങനെ എൻ്റെ ഇത്ര കമ്പനികൾ പൊട്ടിപ്പോയത്. സോ ലാസ്റ്റ് ഞാൻ ടീം ബിൽഡ് ചെയ്തപ്പോൾ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ വെച്ചത് ട്രസ്റ്റ് എന്നതായിരുന്നു. നമുക്ക് ചുമ്മാ നീ ട്രസ്റ്റ് വർത്തിയാണോ, നേരെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തൊന്നുമില്ല. ബട്ട് ഒരു 1 year ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കി. എല്ലാവരുടെയും വ്യൂവിലെ സ്വഭാവം ഇതെല്ലാം മാറും. ബട്ട് എന്നാൽ ഐ ട്രസ്റ്റ് ദം. ആ രീതിയിൽ തന്നെ പോകുന്നു എല്ലാവരും. എൻ്റെ കമ്പനിയിലുള്ള എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. ജസ്റ്റ് ചുമ്മാ പറയാം, എല്ലാവരുമായിട്ട് ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ട്. ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ട് കേട്ടോ. ഞാനൊരു രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം ഒരു 12 മണി വരെ അവിടെ കാണും. അപ്പോൾ നൈറ്റ് അടുത്ത ദിവസം വെളുപ്പിനെ 12 മണി വരെ അവിടെ ഉണ്ട്. റൈറ്റ്. സോ ഇതും വേറൊരു ക്വാളിറ്റി നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതാണ്. സമയം നോക്കാതെ പണിയെടുക്കണം. അമ്മാതിരി പണിയെടുത്ത് എഫോർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ലൈഫിൽ നിന്ന് പാർട്ടി, പബ്സ്, ട്രിപ്സ് ഇതൊക്കെ മാറ്റി വെച്ചോണം അവസാനം ഓൺട്രപ്രനർ ഫസ്റ്റ് സ്റ്റേജിൽ ദെൻ ഇതേന്ന് പറഞ്ഞിരിക്കുക എന്നത്. ഒരുപാട് ലോസസ് ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഇഫ് ഐ മേ ആസ്ക് യു, ലൈഫിൽ ഏറ്റവും ആദ്യത്തെ ലോസ് എന്തായിരുന്നു ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ് ഷുഡ് ബി ലൈക്ക് സച്ച് എ ബിഗ് ലോസ് ഞാൻ ആദ്യം ഫേസ് ചെയ്തത് എന്തായിരിക്കും? ഏറ്റവും വലിയ ലോസ് എന്ന് പറയുന്നത് ആൾക്കാരിലുള്ള ട്രസ്റ്റ് നഷ്ടമായിരുന്നു. ആരെയും വിശ്വസിക്കത്തില്ലായിരുന്നു ഒരു സമയം വരെ. ലെറ്റ്സ് ഈ ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ആൾ വരുന്ന ലൈഫിൽ ആരെയും വിശ്വസിക്കത്തില്ലായിരുന്നു. കാരണം എല്ലാവരും എന്നെ യൂസ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ആയി. ലെറ്റ്സ് ബിസിനസ് തുടങ്ങാനായിട്ട് തുടങ്ങുന്നു, അവരെന്നെ യൂസ് ചെയ്തു, എനിക്ക് നഷ്ടം വരുന്നു, പോകുന്നു, പൊട്ടിപ്പോകുന്നു. ഇതായിരുന്നു സംഭവം. ഇതായിരുന്നു ഏറ്റവും വലിയ ലോസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ബട്ട് ഇന്ന ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രസ്റ്റ്, ആദ്യമേ എനിക്ക് അവിടെ ഡൗട്ടായിരുന്നു കേട്ടോ,
എന്തിനാ എന്നെ ഇത്ര ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണിതെന്ന്. ബട്ട് അത് കഴിഞ്ഞിട്ട് ലൈഫിൽ കുറേ അധികം കാര്യങ്ങൾ പഠിപ്പിച്ചു അവിടുന്ന്. ഈവൻ ട്രസ്റ്റ് എന്നുള്ളത്. എന്നിട്ട് ഇപ്പോഴും ഇടയ്ക്ക് പറയും, നീ എന്നെ വിശ്വസിക്കുന്നില്ല, നീ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ. എന്നിട്ട് ഇവൻ ഇടയ്ക്ക് പറയും, ലൈക്ക് എൻ്റെ മോളെക്കാട്ടിൽ എനിക്ക് കൂടുതൽ പ്രഷർ നിന്നെ പറ്റി ആലോചിക്കപ്പെടും, നീ ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തില്ല, അതായത് അതൊക്കെ ഫുൾ ടൈം ഇരുന്ന് പറയുന്നത്. ബട്ട് ഞാൻ ആദ്യം തന്നെ ലൂസ് ചെയ്ത ആൾക്കാരിലുള്ള വിശ്വാസമാണ്, ട്രസ്റ്റ്. കാരണം കുറേ പണി കിട്ടി, വേറെ ഒന്നുമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് പണി കിട്ടും. പണി കിട്ടി, നല്ല പ്രശ്നങ്ങളായി. ദെൻ ലേറ്റർ അപ്പം വീട്ടുകാരപ്പം എപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, അപ്പം വീട്ടുകാർ നമ്മളെ ലൈക്ക് ഡീമോ ലൈക്ക് നമ്മളെ കൂടുതൽ ഒരു സ്ട്രെസ്സിലേക്ക് എത്തിക്കുക. നിന്നോട് പറഞ്ഞാലേ അത് ചെയ്യേണ്ട, നിന്നോട് പറഞ്ഞാലേ ആൾക്കാരെ വിശ്വസിക്കല്ലെന്ന്, നിനക്ക് ബിസിനസ് എന്നെ ലൈക്ക് അമ്മാതിരി അവരിങ്ങനെ ചെയ്യുക. ബട്ട് ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറയില്ല. അവർ ലൈക്ക് മോൻ ഒരിക്കലും ഒരു പ്രശ്നത്തിൽ പോയി പെട്ടു പോകരുത്, ജീവിതം നശിക്കരുത് എന്നതൊക്കെ വെച്ചിട്ട് അവർ പറയുന്നത്. ബട്ട് അവർ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് പേരൻസിൽ നിന്നാണ്. ഇതാണ് എല്ലാവരും ഡീപ്പ് ഡൗൺ ഇതുള്ളത്. പക്ഷേ പലർക്കും അത് കിട്ടത്തില്ല. കാരണം വേറൊന്നുമല്ല, പേരൻസ് ഭയങ്കര ഇതായിരിക്കും. അതായത് അയ്യോ എൻ്റെ മോൻ അത് ചെയ്യുന്നു, റിസ്ക് എടുക്കുന്നു, അവനൊപ്പം പ്രശ്നത്തിൽ പോയി പെടുമോ, ഇതൊക്കെയാണ് അവരുടെ കൺസേൺ ആയിട്ടുള്ളത്. സോ ബട്ട് ലേറ്റർ ഞാൻ കുറേ റിസ്കുകളൊക്കെ വരുമ്പോൾ പിന്നെ വീട്ടുകാർ പറയാതിരിക്കാൻ തുടങ്ങി. സോ പലപ്പോഴും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പേരൻസിൻ്റെ അടുത്ത് പറ്റത്തില്ല നമ്മുടെ പ്രശ്നങ്ങൾ. കാരണം നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിഷമിക്കും. അതുകൊണ്ട് നമ്മൾ പറയത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെയും പ്രഷറിലേക്കായി പോവുകയാണ് ചെയ്യുന്നത്. ഒരു 25+ ഒക്കെ ആകുമ്പോൾ മോസ്റ്റ്ലി ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുതിലെ നമ്മളെല്ലാം പറയണ അച്ഛനമ്മമാരുടെ. ബട്ട് ആഫ്റ്റർ എ പോയിന്റ് നമ്മൾ അവരിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് നോക്കും. സോ ഇഫ് ഐ മേ ആസ്ക് യു 5 എക്സ്പെൻസീവ് സാധനങ്ങൾ ദാറ്റ് യു ഓൺ റൈറ്റ് നൗ, എന്തൊക്കെയായിരിക്കും അത്? 5 എക്സ്പെൻസീവ് സാധനങ്ങൾ. ഐ ആം വെരി ക്യൂരിയസ് ടു നോ അബൌട്ട് ദിസ്. എക്സ്പെൻസീവ് ആയിട്ട് മൈ ബി ഞാൻ പറഞ്ഞ പോലെ ഇപ്പം റീസെന്റ് ഐ ബോട്ട് എ ബിൽഡിംഗ് ലൈക്ക് 2 CR above. Then നാളെ ഓപ്പൺ ആകുന്ന ന്യൂ ബിൽഡിംഗ് 1 CR above. Then ആ 2 കാര്യങ്ങളിലാണ്. എനിക്ക് അങ്ങനെ ഹെവി, പണ്ട് ഞാൻ ബൈക്കായിരുന്നു ഫുൾ യൂസ്, ബുള്ളറ്റ് ഉണ്ട്, ഒരു ഡെസേസ്റ്റോം ഉണ്ട്. ഫസ്റ്റ് ഞാൻ ആഗ്രഹിച്ചു വെച്ചാൽ എൻ്റെ ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ. കാരണം വീട്ടിൽ പൈസ ഇല്ലല്ലോ, അപ്പം ബൈക്കാണൊക്കെ പറഞ്ഞാൽ പക്ഷെ വാങ്ങിച്ചു കൊടുത്തു ചേട്ടന്. ഞാൻ പറഞ്ഞ പോലെ ചേട്ടന് ഒരു ബൈക്ക് കിട്ടി, പിന്നെ അത് എൻ്റെ കയ്യിലായി. ആ സംഭവം തന്നെ എല്ലാ അനിയന്മാരുടെ അവസ്ഥ. അപ്പം അതുണ്ടായിരുന്ന കയ്യിൽ. അപ്പം ഞാൻ ഫസ്റ്റ് ഞാനൊരു ബുള്ളറ്റ് വാങ്ങിച്ചു, ഡെസേസ്റ്റോം. അതായിരുന്നു ഞാൻ കുറേ നാൾ യൂസ് ചെയ്തുകൊണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ താറ് വാങ്ങിച്ചു. താറ് വാങ്ങിച്ച് വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടിട്ട് പറഞ്ഞു, ഞാനത് നൈസായിട്ടൊന്ന് ഇട്ട് നോക്കി വീട്ടിൽ. അമ്മ ഒരു വണ്ടി വാങ്ങിക്കണ്ടേന്നൊക്കെ പറഞ്ഞു. ആടാ ശരി, നമുക്കൊരു വണ്ടി വേണം, നമുക്ക് വാങ്ങിക്കാമെന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു. പറഞ്ഞു താറ് വാങ്ങിച്ചാലേ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു താറ് എന്തിനാ വാങ്ങിക്കുന്നത്, നമുക്ക് ആർക്കും പറ്റത്തില്ല, പൈസ കൂടുതലാ, ഒട്ടും മൈലേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു വാങ്ങിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. സോ അങ്ങനെ താറ് വാങ്ങിച്ചു. പക്ഷെ എനിക്ക് ആ താറ് വിൽക്കേണ്ട വന്നു, വലിയൊരു ലോസ് വന്നു 2020. ഞാൻ താറ് വിറ്റു. ദെൻ ലേറ്റർ പിന്നെയും ഞാൻ ലൈക്ക് ഒരു 2 കാറ് കറൻലി ഉണ്ട്. എനിക്ക് അത്ര ഇതൊന്നും ഇല്ല ഇതിന് വണ്ടിയോട്. പക്ഷെ എൻ്റെ മാനേജേഴ്സ് ഇടയ്ക്ക് പറയും, സാർ ലൈക്ക് നമുക്ക് ആ വണ്ടി ഇത് ചെയ്യാം എന്ന് പറയും. അപ്പോഴത്തേക്ക് ലൈക്ക് ഇപ്പൊ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് ഞാനിങ്ങനെ പറയും. എനിക്ക് അത്ര അതിനോടൊന്നും ഇല്ല, വണ്ടിയോടില്ല. ഞാനങ്ങനെ ഗെയിംസ്, ക്രിക്കറ്റോ അതൊന്നും കാണാറില്ല. മൈറ്റ് ബി ഫുൾ ടൈം വർക്ക് ചെയ്യുന്നോണ്ടായിരിക്കും സമയം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് ഉണ്ടെന്നേ നാളെ. ആൻഡ് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അത്ര നേരം വർക്ക് ചെയ്തിട്ട് ഒരു കാര്യം നമ്മൾ ഇതാക്കി വരുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. അതിലും കൂടുതൽ ഇത് എനിക്ക് കിട്ടിയ വെച്ച് ഞാൻ ഡെഫിനറ്റ്ലി ഐ വാസ് ഇൻടു പാർട്ടീസ് ലോട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പം ഒരു കുറച്ചധികം നാളായിട്ട് ഇതെല്ലാം ഡ്രോപ്പ് ചെയ്തു. പക്ഷെ നല്ല രീതിയിൽ ഈ പറയുന്ന പാർട്ടീസ്, പബ്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റോപ്ഡ് ഇറ്റ് എന്ന് ഞാൻ എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല. ലൈക്ക് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഇതില് ഫോക്കസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഫുള്ളി അതിൽ തന്നെ ഇൻവോൾവ് ആക്കാന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവമാണ്. സോ ഇത്രയും വേറെ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നോണ്ടാണോ ഇതിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ പറ്റണേ? സത്യമാണത് കേട്ടോ. വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഒരു 50 എംപ്ലോയീസ് വരെ നമ്മുടെ കമ്പനികൾ മൊത്തം വരുന്ന സമയം വരെ എനിക്ക് കുഴപ്പമില്ല. 50+ ആയപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ. അതായത് ഇത്രയും പേര് എന്നെ ഡിപ്പെൻഡ് ചെയ്താൽ ജീവിക്കുന്നത്. ഇഫ് ഞാൻ ഓവർ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പേരെയും കൂടെ അത് ബാധിക്കും. എനിക്ക് ടെൻഷനൊക്കെ ആകാൻ തുടങ്ങി. ഒരു കുറച്ച് നാൾ നല്ല ടെൻഷനായിരുന്നു ആക്ച്വലി. എന്നിട്ടാണ് ദെൻ ലേറ്റർ ഞാൻ ഈ റിസ്ക് ഒക്കെ കുറച്ചു. പിന്നെ ഞാൻ പറഞ്ഞ ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ നീ കള്ളു കുടിക്കുന്നത് ചോദിച്ചു. ഐ യൂസ് ടു ഡ്രിങ്ക് എ ലോട്ട്, ഓപ്പണായിട്ട് പറയുകയാണ്. സോ
അപ്പം എന്നെ വെച്ചാൽ എന്തിനാണ് നീ ഇത് കുടിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലൈക്ക് ജസ്റ്റ് ഇങ്ങനെ കുടിക്കുന്നു എന്നാ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അപ്പം ഞാൻ എനിക്ക് തന്നെ കൊടുത്തോണ്ടിരുന്ന എക്സ്ക്യൂസസ്, ഞാൻ മീറ്റിങ്ങിന് പോകുന്നു, ആൾക്കാരെ കാണുന്നു, അപ്പോൾ ലൈക്ക് ഒരു ചേസ് ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നു, ഇത് പറഞ്ഞു. ബട്ട് അവരവരുടെ ലൈഫിൽ ഇത്ര നാളായിട്ട് ഇത് ചെയ്തിട്ടേ ഇല്ല എന്നാൽ. ബട്ട് ദേ ആർ ലൈക്ക് ഒരു മൾട്ടി ക്രോർ പതിയിലെ ഓണ്ടർപ്രനർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ്. അവരത് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനിത് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അത് ഇൻ്റർനാഷണൽ ബിസിനസ്സുകളാണ് പലതും ചെയ്യുന്നതും. സോ അവിടെ ഞാൻ എന്തിനത് ചെയ്യുന്നത്. അപ്പം ഞാൻ എനിക്ക് കൊടുത്ത എക്സ്ക്യൂസ് ആണെന്ന് മനസ്സിലായി. പിന്നെ മോറോവർ ഞാൻ ശരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിലേക്ക്. ബട്ട് ദാറ്റ് വാസ് ഓക്കെ. എൻ്റെ മാരേജിന് ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് പറയും, സാർ ലൈക്ക് ഇത്രയായി ഈ മാസം, ബട്ട് ഇത് മാത്രം പാർട്ടി പൗസ് മാത്രം. നമ്മൾ ഓക്കെ ഫേ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ മാസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഞാൻ പറയാം കുഴപ്പമില്ല, അതൊക്കെ കുറയ്ക്കാതെ ഞാൻ വാഗ്ദാനങ്ങൾ കൊടുക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം യെസ്, അത് ഞാൻ എനിക്ക് വേണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ചെയ്യുമായിരിക്കാം. ബട്ട് നമ്മൾ ആക്ച്വലി ഇന്റർവ്യൂ ഒരു ഈവനിങ് ടൈമാണ് എടുക്കണം. ബട്ട് ഐ റിയലി വിഷ് മോർണിംഗ് ഞാൻ സംസാരിച്ചിരുന്നേ. കാരണം ഒരു ഹെൽ ലോട്ട് ഓഫ് എനർജി, നമുക്കൊരു ദിവസം നടക്കുമ്പോൾ നമുക്ക് കുറേ മോട്ടിവേഷൻ വേണമെന്നൊക്കെ പറയില്ലേ, ദോസ് വേർഡ്സ് ദെയർ ഇൻ യു. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇന്ന് പോയിട്ട് ഞാൻ മല പറിക്കും എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തന്നെ വരുന്ന ടൈപ്പ് ഓഫ് ഒരു കോൺവെർസേഷൻ. ബട്ട് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ലാസ്റ്റ് 1 year വി വർ ടോക്കിംഗ്. ഭയങ്കര എന്താ പറയുക, ഫുള്ളി പവർ പാക്ഡ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. ആൻഡ് ഐ റിയലി വിഷ് ഇപ്പം നാളെ ഒരു ഇനാഗുറേഷൻ നടക്കാൻ പോകുന്നൊരു മുതലാളിയാണ് ഇന്ന് ഇവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതുപോലെ 1000 CR സ്വപ്നങ്ങളും അതിന് മേലെയുള്ള സ്വപ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന്, സിൻസ് യു ആർ എ സൺ ഓഫ് മാനിഫെസ്റ്റേഷൻ, അതൊക്കെ അതുപോലെ തന്നെ നടക്കട്ടെ എന്നുള്ളതാണ്. ബിക്കോസ് ഇഫ് ഐ സീ സംബഡി ഹൂസ് റിയലി ക്രേവിംഗ് ഫോർ ഇറ്റ്, നമുക്ക് തോന്നില്ലേ ദൈവം ഇയാൾക്ക് കൊടുക്കണേ, നമുക്കിത് തോന്നില്ലേ. സോ ദാറ്റ് ഫീലിംഗ് ഐ റിയലി ഹാഡ് എ ഗ്രേറ്റ് ടൈം ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് വൗ പോഡ്കാസ്റ്റ്. ഇനിയും ഈ 2030 ഇത്ര കമ്പനി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇനിയും വീണ്ടും സംസാരിക്കാനായിട്ട് പറ്റട്ടെ. താങ്ക് യു. ഓക്കെ.